ജീവിതത്തിൽ തോക്കാത്തവരുള്ളേ. നിങ്ങൾ ഓർക്കേണ്ട കാര്യമുണ്ട്. ഞാനൊക്കെ ഉണ്ടല്ലോ ഈ സെമിനാറിലൊക്കെ ബിലോ ആവറേജിൽ പഠിച്ച ഒരാളാ. എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ നല്ല ഹൈയിൽ മാർക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്നുമില്ലാത്തവനെ പോലെ ഇരുന്ന് ജസ്റ്റ് പാസ്സായി പോയൊരു ടീമാണ് ഞാൻ. ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ ഇങ്ങനെ ലേഖനം വായിക്കണം, പള്ളിയിൽ ബൈബിള് വായിക്കണം. ബൈബിള് വായിക്കാൻ പറഞ്ഞപ്പോൾ പേടി കൊണ്ട് കഷത്തിലെ ഇങ്ങനെ വെളുത്തുള്ളി, അതൊക്കെ പറയാൻ പറ്റുമോ കൂടെ, പിള്ളേരൊക്കെ കേൾക്കാല്ലേ, ഇങ്ങനെയൊക്കെ വെച്ച് പനി അഭിനയിച്ച് പിറ്റേ ദിവസം പള്ളി പോകാതിരുന്ന ഒരാളാണ് ഞാൻ. 2 വാക്ക് പറയാൻ ആളുകളുടെ മുമ്പിൽ പേടിച്ചൊരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ ഒരാളാണ് ഇന്നിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയ, നിങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയ, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങിയ, നീ വലിയൊരു സംഭവമായിട്ട് മാറും. നീ ആയിരിക്കുന്ന സമൂഹത്തിൽ വലിയൊരു സംഭവമാകും. എൻ്റെ കൂട്ടുകാരന്മാരെ തന്നെ ചോദിക്കാറുണ്ട്, എടാ നിനക്കൊക്കെ ഈ വെളിവ് എവിടെന്നാ? ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, ദൈവം എനിക്ക് എവിടെന്നാ? ഞാൻ വലിയ അറിവുള്ള ആളൊന്നുമല്ല, വലിയ ബുദ്ധിയൊന്നും എനിക്കില്ല. ജസ്റ്റ് പാസ്സാ. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ റിസൾട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് പാസ്സാ. പക്ഷെ എൻ്റെ കൂട്ടുകാരെക്കാരെക്കാളും അധികം ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുന്നുണ്ട്, ധ്യാന ശുശ്രൂഷ നടത്തുന്നുണ്ട്. അതൊക്കെ തമ്പുരാൻ തരണതാ. എവിടെയാ? ഞാൻ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. എനിക്ക് കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, ബലഹീനതകളുണ്ട്. അത് മനസ്സിലാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ അതിനെ റിക്കവറി ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അതിനെ കുറെ നന്മകൾ കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങി. അവിടെയാ ജീവിതത്തിൽ വിജയം തുടങ്ങിയിരിക്കുന്നത്. ഞാൻ വിജയിച്ചു എന്നൊന്നും പറയണില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാ. നിന്റെ കുറവ് ഏതാണെന്നും നിന്റെ നന്മ ഏതാണെന്നും നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നീ ആദ്യം ചിന്തിക്കണം, എന്നിട്ട് ഇറങ്ങിത്തിരിക്കാവൂ. പള്ളി ആയതുകൊണ്ട് പല ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ നാട്ടില് ഓട്ട മത്സരത്തിൽ നിന്ന് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുണ്ട്, PT ഉഷ. PT ഉഷയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സിനൊക്കെ കുറിച്ച് അറിയത്തുള്ളൂ. പണ്ടത്തെ ആൾക്കാർക്ക് ചേച്ചിമാരുടെ ഒക്കെ ചോദിച്ചാൽ പറയും PT ഉഷ. PT ഉഷ ഏതെങ്കിലും വലിയൊരു മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? വിജയിച്ചിട്ടില്ല. ഒരു മത്സരത്തിൽ അങ്ങനെ നല്ലൊരു വിജയ ശതമാനം സ്വന്തമാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാ PT ഉഷ ഇത്ര ഹിറ്റായ? ഒറ്റ കാരണമുള്ളൂ, അന്ന് വലിയൊരു മത്സരം നടക്കുക. ആ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരു ഇംഗ്ലീഷുകാരിയെ തോറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൾമുനയിൽ നിർത്താൻ PT ഉഷയ്ക്ക് കഴിഞ്ഞു. ഒളിമ്പിക്സ് എന്ന വലിയൊരു സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഇന്ത്യയില് അങ്ങനെ ഓടി ഒരു ഇംഗ്ലീഷ് യുവതിയെ മുൾമുനയിൽ നിർത്തിയത് കൊണ്ടാണ് ഇന്നും PT ഉഷ അറിയപ്പെടുന്നത്. അല്ലാണ്ട് PT ഉഷ വലിയ കാര്യങ്ങളൊന്നും തോറ്റവളാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ തോറ്റവരാ, പല കാര്യങ്ങളിലും തോറ്റുപോയവരാ. സ്നേഹത്തിന്റെ കാര്യത്തിൽ തോറ്റു, ബിസിനസിന്റെ കാര്യത്തിൽ തോറ്റു, ജീവിതത്തിന്റെ കാര്യത്തിൽ തോറ്റു, പഠനത്തിന്റെ കാര്യത്തിൽ തോറ്റു, പലതിലും തോറ്റവരാ. പക്ഷെ ആ തോൽവിയിലും നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ പറ്റണം. അവിടെയാണ് ജീവിതത്തിന്റെ വിജയം ഇരിക്കണേ. അവിടെയാണ് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പോണേ. എങ്ങനെയാ തോൽക്കുമ്പോ വിജയിക്കാൻ പറ്റണേ? തോറ്റെടുത്ത് കിടക്കുമ്പോഴാ നീ തോറ്റു എന്ന് പറയണേ. തോറ്റിട്ടും വിജയിക്കാനായിട്ടുള്ളൊരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ ജീവിതത്തിൽ വിജയിക്കും. ഈ പുലിയൊക്കെ ഉണ്ടല്ല, പിന്നിലേക്ക് ആയത് എന്തിനാണെന്നറിയോ? മുന്നിലേക്ക് കുതിക്കാൻ വേണ്ടിയിട്ടാന്ന് പറയും. ശരിയല്ലേ? ശരിയാണ്. നിന്നെക്കുറിച്ച് ആരും നല്ലത് പറയില്ല, നിന്നെക്കുറിച്ച് ആരും നല്ലത് പറഞ്ഞൊന്നും വരില്ല. നിന്റെ ജീവിതത്തിൽ ഒത്തിരി തോൽവികൾ ഉണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യാൻ തുടങ്ങി അപ്പൊ പറഞ്ഞു കൊടുക്കും കുറ്റം. നാട്ടുകാർക്ക് മുഴുവൻ കുറ്റമുള്ളൂ അല്ലേ? വീട്ടിൽ ആർക്കും കുറ്റം ഉണ്ടാവില്ല, നാട്ടുകാർ കുറ്റം പറഞ്ഞു കൊടുക്കും, വീട്ടുകാർ അത് കഴിഞ്ഞിട്ട് കുറ്റം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ കുറ്റങ്ങൾ കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കണേ. ഓർത്തിരുന്നോളാം, നീ നല്ലതാണെന്ന് പറയാൻ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല. അത് നിന്നിട്ട് ടീച്ചർമാര് പോലും പറയില്ല. അപ്പനമ്മയും പറയോ ഇന്നത്തെ കാലഘട്ടത്തിൽ? പറയില്ല. ഞാൻ ഓർക്കണ പോലുമില്ല. ഞാൻ ഇന്നും ഓർക്കുന്നൊരു സംഭവം ഉണ്ടെന്നറിയോ? ഞാൻ പലപ്പോഴും മനസ്സിലേക്ക് കടന്നു വരുന്നൊരു സംഭവമുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആവറേജ് ഒരു സ്റ്റുഡൻറ്റാ. അപ്പൊ എൻ്റെ ടീച്ചർ എപ്പോഴും, ടീച്ചറുടെ പേര് ഞാൻ പറയില്ല, സ്കൂൾ ഞാൻ പറയില്ല, പ്രശ്നമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോണതാ, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. സ്കൂളില് ഞാൻ എപ്പോഴും ബിലോ ആവറേജാ. വലിയ പഠിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. അപ്പൊ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ എപ്പോഴും ഹോംവർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പുറത്തിറക്കി നിർത്തും. പലപ്പോഴും പുറത്തിറക്കി നിർത്തിയിരുന്നു, ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി നിർത്തിയിരുന്നു. പലപ്പോഴും പുറത്തിറക്കി നിർത്തി ടീച്ചർ എന്നോട് പറയും, നിനക്കൊന്നൊരു ബുദ്ധിയില്ലടാ. പലപ്പോഴും എന്നെ ടീച്ചർ വിളിച്ചിട്ടുണ്ട്, മണ്ടാന്ന് വിളിച്ചിട്ടുണ്ട്. എടാ മണ്ട, മാറിക്കടാ. എടാ മണ്ട, നീ എന്തിനാടാ ക്ലാസ്സിൽ വന്നെ? നീ എന്തിനാടാ? നിന്നെക്കൊണ്ട് എന്താടാ ഉപയോഗം? നീ എന്തിനാടാ ഇങ്ങനെ ജീവിക്കണേ?
ഒത്തിരി പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ടീച്ചറിന്റെ പേര് ഇപ്പോഴും എൻ്റെ മനസ്സിൽ വരാണ്, ഞാൻ പേര് പറയത്തില്ല കേട്ടോ. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ഈ പഠിച്ച സ്കൂളിൽ സംഭവിച്ചൊരു കാര്യമാണ്. എന്നെ എല്ലാം മണ്ടാന്ന് പറഞ്ഞിങ്ങനെ മാറ്റി മാറ്റി നിർത്തിയിരുന്നു. അപ്പൊ ക്ലാസ്സിൽ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ മണ്ടാന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. ക്ലാസ്സിന് പുറത്തിറങ്ങി നിൽക്കും. കുറച്ചു നേരം കേട്ട് കഴിയുമ്പോൾ ടീച്ചറുടെ വഴക്ക് കേട്ട് കഴിയുമ്പോൾ സ്വസ്ഥമായിട്ട് ക്ലാസ്സിന്റെ അകത്ത് പിന്നെയും വന്നിരിക്കും. പക്ഷെ സ്നേഹം നിറഞ്ഞവർ, ഈ മണ്ടാന്ന് വിളിച്ച് ടീച്ചർ ഒരിക്കലും എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചു. ഞാൻ അച്ഛനായിട്ടാ. അന്ന് ഞങ്ങളുടെ സ്കൂളിന്റെ സിൽവർ ജൂബിലി ജൂബിലി നടക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ, എൻ്റെ ക്ലാസ്സില് പോൾ ജോസഫ് ഉണ്ട്, ദൈവമേ അവൻ കേട്ടുണ്ടാവും, പോൾ ജോസഫ് ഉണ്ട്, കൃഷ്ണകുമാർ ഉണ്ട്. ഇവർ രണ്ടുപേരും ക്ലാസ്സിലെ ടോപ്പുകളാ. ഞാനാണെങ്കിൽ ഒരു പഠിക്കാത്തൊരു സാധനം. ഈ രണ്ട് ടോപ്പുകൾ ഇരിപ്പുണ്ട്. ഇപ്പൊ ടീച്ചർ ആദ്യമായിട്ട് സ്വാഗത പ്രസംഗത്തിന് വന്നേക്കാ. അപ്പൊ പോൾ ജോസഫിനും കൃഷ്ണകുമാറിനും ചെറിയൊരു ജോലി ആയിട്ടുള്ളൂ. ഞാൻ അച്ഛനായിട്ട് ഇങ്ങനെ ലോഹയിൽ പോയിട്ട് അവിടെ നിൽക്കുക. ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോൾ ജോസഫും കൃഷ്ണകുമാറും സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പൊ ടീച്ചർ സ്വാഗത പ്രസംഗം തുടങ്ങി. സ്വാഗത പ്രസംഗം തുടങ്ങിയത് എങ്ങനെയാ? എനിക്കിന്ന് ഒത്തിരിയേറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ പഠിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു നിലയിലെത്തി ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോൾ ജോസഫിന്റെ കൈമ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പോൾ ജോസഫേ, നീ ആട്ടാ, നിന്നെ കുറിച്ചിട്ടാട്ടെ ഈ പറയണേ. അടുത്തത് ടീച്ചർ പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ച് എന്നും ക്ലാസ്സിൽ വന്ന് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കൃഷ്ണകുമാറിന്റെ കൈമ പിടിച്ചിട്ട് പറഞ്ഞു, എടാ കൃഷ്ണ, നിന്നെ കുറിച്ചിട്ടാണ് ടീച്ചർ പറയണത്. കാരണം നമ്മളെ കുറിച്ച് മണ്ടാന്ന് വാർത്തറി ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അടുത്ത വിശേഷണം തുടങ്ങി. എന്നും ഹോംവർക്ക് ചെയ്യുന്ന, എന്നും ക്ലാസ്സിൽ നീറ്റായിട്ട് വരുന്ന, മറ്റു കുട്ടികൾക്ക് മാതൃകയായ കുട്ടി ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പൊ ഞാൻ പോൾ ജോസഫിന്റെയും കൃഷ്ണകുമാറിന്റെയും കൈമ ഇങ്ങനെ മാറി മാറി പിടിച്ചോണ്ടിരിക്കുക. അവസാനം ടീച്ചർ പറഞ്ഞു, ആ കുട്ടിയെ ഞാൻ സ്റ്റേജിലേക്കൊന്ന് വിളിക്കാൻ പോവാ. അപ്പൊ ഞങ്ങളുടെ ഇങ്ങനെ സിൽവർ ജൂബിലി അന്ന് പഠിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ലോകയിൽ നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, കൃഷ്ണകുമാറെ, പോൾ ജോസഫെ, ടീച്ചർ ഇപ്പൊ വിളിക്കും, ഒരുങ്ങിയിരുന്നോ? ടീച്ചർ പറഞ്ഞതറിയോ? ആ ക്ലാസ്സില് ഏറ്റവും ഭംഗിയായി പഠിച്ചുകൊണ്ടിരുന്ന, എല്ലാവർക്കും മാതൃകയായ കുട്ടി ഇവിടെ ഇരിക്കുന്ന ജിനു പള്ളിപ്പാട്ടച്ചനാണ്. അപ്പൊ ഞാൻ തന്നെ ടീച്ചറോട് ചോദിച്ചു. അപ്പൊ ടീച്ചർ തന്നെ എന്നോട് നോക്കിയിട്ട് കാണിക്കുക. അപ്പൊ ടീച്ചർ എന്നോട് പറഞ്ഞു, വാ. ഞാൻ പറഞ്ഞു, ഇത്രയും നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ പോൾ ജോസഫും കൃഷ്ണകുമാർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തിനാ ഈ സംഭവം പറഞ്ഞെന്നറിയോ? ഞാൻ പഠിച്ച സമയത്ത് ഒന്നും ആയിരുന്നില്ല. പക്ഷെ നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുത്ത ഈ ലോകം മുഴുവൻ നിന്നെ മാനിക്കാൻ തുടങ്ങും. അവിടെയാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. നിന്നെ നോക്കി എല്ലാവരും നല്ലത് പറഞ്ഞു വരില്ല. നീ അത് ചിന്തിക്കണ്ട. എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്നെ പറ, പറ്റുമോ? ഇല്ല. എല്ലാവരെയും സ്വന്തമാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ലടവേ, അതൊന്നും പറ്റണ കാര്യമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ഉറപ്പുള്ള കാര്യ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ നീ ഇല്ല. ഞാൻ തൊട്ട പറയാ, ഈശോ തമ്പുരാന് പോലെ എന്തോരം കുറ്റം ഉണ്ടായിരുന്നു അന്ന് ജീവിച്ചിരുന്നപ്പോ. അത്രയും നന്നായിട്ട് ജീവിച്ച മനുഷ്യന് അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കുറ്റല്ല പറഞ്ഞേ. നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും, എങ്ങനെയൊക്കെ നന്നായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞാലും കുറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷെ നീ ഒരു നല്ല നിലയിൽ എത്തി നിൽക്കുമ്പോ, നാളെ നിന്റെ മണ്ട എന്ന് വിളിച്ചവരും, പോരാ എന്ന് പറഞ്ഞവരും, നീ പോരാ അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞവരും നിന്നെ നോക്കി നല്ലത് പറയും. പക്ഷെ നിന്റെ ജീവിതത്തിൽ നീ എന്തെങ്കിലുമൊക്കെ ആയി തീരണം ആദ്യം. അവിടെയാ നിന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയണേ. ഒന്നും ആകാണ്ട്, ആയി തീരാണ്ട്, അയ്യോ എല്ലാവരും എന്നെ കുറിച്ച് കുറ്റം പറയാ, എല്ലാവരും എന്നെ കുറിച്ച് മോശം പറയാന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവണേ? അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ യൂട്യൂബിൽ കേൾക്കുന്നവരുണ്ട്, ഇത് ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ഒത്തിരിയേറെ യുവാക്കളുണ്ട്, ഇവിടെ ഇരിക്കുന്നവരുണ്ട്. എല്ലാവരോടും ഞാൻ പറയുന്ന ആദ്യത്തെ കാര്യം, നീ ആരാണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. നിന്റെ കഴിവുകൾ എന്താണെന്ന് നീ തിരിച്ചറിയണം. നിനക്ക് പഠിക്കാൻ കഴിവുണ്ടോ? പഠിക്കണം. കളിക്കാൻ കഴിവുണ്ടോ? കളിക്കണം. നമുക്കറിയാം, റൊണാൾഡോ എന്നൊരു മനുഷ്യനുണ്ട്. ഒത്തിരിയേറെ പ്രശംസയിൽ നിൽക്കുന്ന ആ മനുഷ്യന് ഒരു ഭൂതകാലമുണ്ട്. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഈ മനുഷ്യനെ മനസ്സിലാക്കാൻ തുടങ്ങിയ നമ്മളുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ എഴുന്നേറ്റ് ഒന്ന് നമസ്കരിക്കും. അത്രയേറെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ബില്യൺ കണക്കിന് സമ്പാദിക്കുന്ന ഒരു മനുഷ്യനാ. എങ്ങനെ മാറി? അവൻ ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു.
മെസ്സി നിങ്ങൾ എടുത്തോ, ഇതിപ്പോ പള്ളിയുടെ അങ്കണായതുകൊണ്ട് ഞാൻ പറയണേ, മെസ്സി നിങ്ങൾ എടുത്തോ, ഇതൊരു പള്ളി അങ്കണായതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്നേ. ഫുട്ബോളിന്റെ മിശിഹ എന്നറിയപ്പെടണേ, ഫുട്ബോളിന്റെ മിശിഹ. എങ്ങനെയാ മനുഷ്യൻ മാറി? കാല് കുറിയ ഒരു മനുഷ്യനാ, ഒത്തിരിയേറെ ചികിത്സ നടത്തിയ ഒരു മനുഷ്യനാ, കുറിയ ഒരു മനുഷ്യൻ എങ്ങനെയെന്ന് ഫുട്ബോളിന്റെ മിശിഹ എന്ന് അറിയപ്പെടുന്നു. കാരണമുണ്ട്, അവൻ ആരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. KR നാരായണൻ ആരാണെന്ന് മനസ്സിലാക്കണം. അന്ന് തൊട്ടും തീണ്ടലും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തില് KR നാരായണൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു നമ്മുടെയൊക്കെ നാട്ടില്. അതാരെന്നറിയോ? അറിയോ? KR നാരായണൻ ആരായിരുന്നു? രാഷ്ട്രപതിയായിരുന്നു. ആണോ? ആ മനുഷ്യന്റെ ജീവിതം അറിയോ? അമ്മ അടുക്കള ജോലിക്കാരിയായിരുന്നു. അമ്മ അടുക്കള ജോലിക്കായിട്ട് ഓരോ വീടിന്റെ വാതൊക്കെ ചെല്ലും, സ്കൂളിൽ ചെല്ലുമ്പോ ഉച്ചഭക്ഷണവും ഇല്ല KR നാരായണന്. അന്ന് തൊട്ട് തടവോ തലോടലൊക്കെ, അന്ന് തൊട്ട് തീണ്ടലൊക്കെ ഉള്ളൊരു കാലഘട്ടം. KR നാരായണന് ഭക്ഷണമില്ല. ഉച്ചയ്ക്ക് രാവിലെ പഠിപ്പിച്ച പാഠപുസ്തകം ഇങ്ങനെ ചേർത്തിരുത്തി അതിരുത്തി വായിക്കുമ്പോ കൂട്ടുകാർ പറയും അവന് പഠിക്കാനുള്ള വാസന കൊണ്ടാണ് അവൻ പഠിക്കണേന്ന്. അല്ല, ഉച്ചയ്ക്ക് കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അവൻ പഠിച്ചതാ. ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ലാണ്ട് ക്ലാസ് വിട്ട് വൈകുന്നേരം ഓടി ചെല്ലുമ്പോ അവന് ചെല്ലുന്നത് ഓരോ അടുക്കളവാതിലേക്കും ചെല്ലും. എന്റെ അമ്മ എവിടെ അടുക്കള, ഏത് അടുക്കളയിലാ പണിയെടുക്കണേന്ന് അറിയാൻ പാടില്ല. അന്ന് മേലുദ്യോഗസ്ഥന്മാർ എന്നുവെച്ചാൽ മേലാളന്മാര് പാത്രങ്ങൾ കൊടുക്കില്ല കീഴ് ജാതിക്കാർക്ക്. എന്താ ചെയ്യണമെന്നറിയോ? KR നാരായണൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ മിറ്റത്ത് ഇങ്ങനെ ഒരു കുഴി കുഴിക്കും. ആ കുഴി കുഴിച്ചിട്ട് അതിൽ വെള്ളം കൊണ്ട് ഇങ്ങനെ തിരവും. അത് കഴിഞ്ഞൊരു മിനുസം വരുത്തും. എന്നിട്ട് ആ മിറ്റത്തിലേക്ക്, ആ കുഴിയിലേക്ക് അമ്മ കഞ്ഞി, ചിലപ്പോ തലേ ദിവസത്തെ കഞ്ഞിയായിരിക്കും, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തിട്ട് KR നാരായണൻ പറയും, വിശപ്പ് കൊണ്ട് മണ്ണേതാ കല്ലേതാ ചോറേതാന്നറിയാതെ ഞാനത് കഴിച്ചിട്ടുണ്ടെന്ന്. അവിടെയാണ് KR നാരായണൻ എന്ന മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കണേ. ഇന്ന് ആ മനുഷ്യനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തെ അറിയുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭൂതകാലമുണ്ട്. ഒന്നുമല്ലാതിരുന്ന ഒരു ഭൂതകാലം. പക്ഷേ KR നാരായണൻ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അവന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. എനിക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടും ഇത് ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നീ ആരാണെന്ന് നീ മനസ്സിലാക്കാതെയും നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിനക്ക് അറിയുള്ളൂ. അത് മറ്റുള്ളവരോട് പറയുമ്പോ പൊട്ടൻ, മണ്ടൻ, ബുദ്ധിയില്ല, അവൻ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ നിന്റെ സ്വപ്നം നിനക്കല്ലേ അറിയുള്ളൂ, നിന്റെ ആഗ്രഹം നിനക്കല്ലേ അറിയുള്ളൂ, നിന്റെ ഇഷ്ടം നിനക്കല്ലേ അറിയുള്ളൂ. വേറെ ആർക്കറിയാ? വേറെ ആരാ നിന്നെ മനസ്സിലാക്കാൻ? അങ്ങനെ നിന്നെ ആരും മനസ്സിലാക്കിയെന്ന് വരില്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ, ഈ ലോകത്ത് നീ പ്രതീക്ഷിക്കണ പോലെ ഒന്നും നടക്കില്ല. പക്ഷേ നീ ആരാണെന്ന് നിന്നെ തിരിച്ചറിയാൻ തുടങ്ങിയ ഈ ലോകത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നിനക്ക് പറ്റും. പക്ഷെ നീ ആരാണെന്ന് നീ മനസ്സിലാക്ക്, നീ എന്താണെന്ന് മനസ്സിലാക്ക്. അവിടെയാ നിന്റെ ജീവിതത്തിന്റെ വിജയം, അവിടെയാ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കിട്ടാൻ പോണേ. അപ്പൊ ഒന്നാമത്തെ കാര്യം, നീ ആരാണെന്ന് നീ മനസ്സിലാക്കണം. എന്നിട്ട് നീ ജീവിക്കാൻ നോക്കണം. അവിടെയാ നിന്റെ ജീവിതത്തിലെ വിജയം എന്ന് മനസ്സിലാക്കുക. ഒത്തിരി കഴിവുകളുണ്ട് നിനക്ക്, ഒത്തിരി കഴിവുകൾ, ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, ദൈവം തന്ന അനുഗ്രഹങ്ങൾ. ആ കഴിവുകളെയും അനുഗ്രഹങ്ങളെയും തിരിച്ചറിയുമ്പോ നിന്റെ ജീവിതത്തില് വിജയം ഉണ്ടാവും, നിന്റെ ജീവിതത്തില് വിജയം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം അച്ഛൻ പറയുന്നത്, നീ ആരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നിന്റെ കൂടെ ഉള്ളവരെ സ്നേഹിക്കാനും നിനക്ക് പറ്റണം. നീ ആരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നിന്റെ കൂടെ ഉള്ളവരെ സ്നേഹിക്കാനും നിനക്ക് പറ്റണം. വിശ്വനാഥൻ പറഞ്ഞില്ലേ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാ. ഈശോ എപ്പോഴെങ്കിലും പറഞ്ഞോ അയൽക്കാരനെ സ്നേഹിച്ചിട്ട് നിന്നെ സ്നേഹിച്ചാൽ മതി എന്ന് പറഞ്ഞോ? ഇല്ല. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. അതിന് അച്ഛൻ ആദ്യം പറഞ്ഞേ, ആദ്യം നീ ആരാണെന്ന് നീ മനസ്സിലാക്കിയിട്ട് നിന്നെ ഒന്ന് സ്നേഹിക്ക്. അപ്പോഴാണ് നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ചിലർ പറയാറുണ്ട്, എൻ്റെ അച്ഛോ ഞാൻ മോശമാ, എനിക്ക് അവരോടൊക്കെ ദേഷ്യ. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടു, ഐ ഹേറ്റ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ദേഷ്യം എൻ്റെ ലൈഫിനോട്, എനിക്ക് ദേഷ്യം എൻ്റെ ലൈഫിനോട്. പലരും പറയാറുണ്ട്, അച്ഛോ ഞാൻ ഒന്നുമല്ല അച്ഛോ, മടുത്ത് ജീവിതം നശിപ്പിച്ചു, എന്നെ കൊണ്ട് പറ്റില്ല. ആദ്യം നീ നിന്നെ സ്നേഹിക്കാണ്ട് എങ്ങനെയാ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റണേ? നിന്നെ സ്നേഹിക്കാതെ എങ്ങനെയാ നീ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റണേ? നീ കുറച്ചൊക്കെ ഭംഗി നടക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ നോക്ക് കുറച്ചെങ്കിലും.
അപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടുക. ആദ്യം നീ ആരാണെന്ന് മനസ്സിലാക്കുക. അവിടെയാ ജീവിതത്തിൽ വിജയം ഉണ്ടാകണേ. രണ്ടാമത്തെ കാര്യം അച്ഛൻ പറഞ്ഞു, നീ ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ പഠിക്കണം. കായലിനോട് ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ കായലെ നിന്റെ അറിയോ, നിന്റെ പറഞ്ഞോ, ആ സഹോദരൻ എവിടെയാ? അത് എവിടെ പോയാലും ചോദിക്കും കേട്ടോ. തമ്പുരാന്റെ മുമ്പിൽ ഈ ബലിവേദിയിൽ നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോ ദൈവം ചോദിക്കും, മോളെ എന്റെ ബേബി, എന്റെ മോളി, നിന്റെ സഹോദരൻ എവിടെയാ? നീ എന്താ അവരോട് ചെയ്തുകൊണ്ടിരിക്കണേ ചോദിക്കും. നീ ആദ്യം തിരിച്ചറിയണം, നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ എന്ന്. സ്വന്തം അപ്പനെ അമ്മേനെ സ്നേഹിക്കാൻ പറ്റണം ആദ്യം, സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ പറ്റണം ആദ്യം, സ്വന്തം മക്കളെ സ്നേഹിക്കാൻ പറ്റണം ആദ്യം. ഒന്ന് ഓർത്തു നോക്കിയാൽ നമ്മുടെയൊക്കെ കുടുംബ ജീവിതം അല്ലേ? നമ്മുടെ കുടുംബത്തിൽ സ്നേഹമൊന്നുമില്ല. ഈ ലോകത്തുള്ള എല്ലാവർക്കും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഹായ് ഗുഡ് മോർണിംഗ് കഴിക്കും. സ്വന്തം ഭർത്താവിനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് എന്ന്? സ്വന്തം അപ്പനോട് പറഞ്ഞിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് എന്ന്? സ്വന്തം ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് എന്ന്? എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ സുഖാണെന്ന്? ഈ ലോകത്തുള്ള എല്ലാവരെയും വിളിച്ച് അന്വേഷിക്കും അല്ലേ? എല്ലാവരെയും വിളിച്ച് ഫോൺ വിളിക്കും, എടിയേ സുഖാണോടാ, സുഖാണോ നിനക്ക്? സ്വന്തം വീട്ടിലെപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സ്വന്തം ഭർത്താവിനോട് ചോദിക്കാറുണ്ടോ? സ്വന്തം ഭാര്യയോട് ചോദിക്കാറുണ്ടോ? ഈ വാട്സപ്പിൽ ഇരുന്ന് എല്ലാ ദിവസവും ചാറ്റ് ചെയ്യാറുണ്ടല്ലോ ഒരു 10 മിനിറ്റ് എങ്കിലും. ആ 10 മിനിറ്റ് ചാറ്റിംഗ് എങ്കിലും സ്വന്തം മക്കളുടെ അടുത്ത് ചെയ്യാറുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതതാ, നമ്മുടെയൊക്കെ കുടുംബതാ. ഈ ലോകത്തുള്ള എല്ലാവർക്കും ചാറ്റിംഗ് ചെയ്യുമ്പോ, ഈ ലോകത്തുള്ള എല്ലാവർക്കും ഹായ് അയക്കുമ്പോ, ഈ ലോകത്തുള്ള എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കുമ്പോ നീ ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം പറ്റി, നിനക്കൊരു ആക്സിഡന്റ് പറ്റി, നീ കിടന്നുപോയ നിന്നെ ശുശ്രൂഷിക്കാൻ ഇവരേ ഉള്ളൂ. നമ്മുടെ കുഴപ്പമെന്ന് അറിയോ? നമ്മുടെ കൂടെ ഉള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം എവിടെയാ? കൂടെ ഉള്ളവരെ സ്നേഹിക്കാൻ മനസ്സില്ല, ക്ഷമിക്കാൻ മനസ്സില്ല, പൊറുക്കാൻ മനസ്സില്ല, വിട്ടുകൊടുക്കാൻ ഇഷ്ടമല്ല. എന്താ ഈഗോ? കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അമ്മച്ചി വന്നിട്ട് പറയാ, അച്ഛൻ കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷമായി, പക്ഷെ ഇപ്പോഴും എൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കി എനിക്ക് പറ്റണില്ല, കൂടെ കിടക്കണ ആളെ മനസ്സിലാക്കാൻ പറ്റണില്ല. പിന്നെ എന്തുട്ട് ജീവിതാന്നാ നിങ്ങൾ പറയണേ? ലോകത്തുള്ള എല്ലാവർക്കും നന്മ പറയും, സ്വന്തം ഭാര്യയുടെ ഒരു നന്മ അറിയില്ല അല്ലേ? സ്വന്തം കൂട്ടുകാരുടെ നന്മ അറിയില്ല. കുറ്റപ്പെടുത്താവുന്നവന്റെ പരമാവധി കുറ്റപ്പെടുത്തും. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കണം. നല്ലതാ. നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞാൽ മതി, നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും. അത് അച്ഛൻ ഇതിന് ഇൻസൈഡ് എന്ന് പറഞ്ഞേ. നീ ഒന്ന് തിരിയേ, നിന്റെ കുടുംബത്തിലേക്ക് ഒന്ന് തിരിയേ, നിന്റെ കുടുംബ ജീവിത പങ്കാളിയിലേക്ക് നീ ഒന്ന് തിരിയേ, നിന്റെ മക്കളിലേക്ക് നീ ഒന്ന് തിരിയേ. നമ്മുടെ കുഴപ്പം എവിടെയാ? നമ്മൾ തിരിയില്ല. അയൽവക്കത്തിൽ നിന്ന് ഒരു കറി കിട്ടിക്കഴിഞ്ഞാൽ പറയും സൂപ്പർ കറിയാട്ടാ എന്ന്. സ്വന്തം ഭാര്യ ഉണ്ടാക്കി തന്നാ പറയോ? ഇവിടെ ഇരിക്കുന്നവരോട് പറയാറുണ്ടെന്ന് തോന്നല്ലേ? എല്ലാവരും നല്ല സ്നേഹത്തോടെ കേട്ടിരിക്കണ്ട, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പുറത്തെ വീട്ടിലെ ഭർത്താവാണ് ഭർത്താവ്, എന്റെ ഭർത്താവോ ഒരു പൊട്ടൻ, ബുദ്ധിയില്ല, ഇതില്ല. ഇവിടെ ഇരിക്കുന്ന മക്കളോട് ചോദിച്ചോക്കേ, മക്കളെ ഇവിടെ മക്കളോടൊരു ചോദ്യം കേട്ടോ. നിങ്ങളുടെ മാതാപിതാക്കൾ അപ്പുറത്തെ വീട്ടിലെ കൊച്ചങ്ങളെ നോക്കിയിട്ട് പറയാറുണ്ട്, ആ കൊച്ചങ്ങളെ നോക്കി പഠിക്കണമെന്ന് പറയാറുണ്ടാ? തലാട്ട് നന്നായിട്ട് പറയാറുണ്ടാ? മിണ്ടണ്ട, തലയാട്ടിയാ മതി. ഇല്ല എന്നാ ഉണ്ടെന്നാണോ? നിന്റെ ഉണ്ടോ? അവന്റെ ഉണ്ട്. നിന്റെ ഉണ്ടോ? അല്ലാത്തിന്റെ ഉണ്ട്. നിന്റെ ഉണ്ടോ? അല്ലാത്തിന്റെ ഉണ്ട്. ഒന്ന് ഓർത്തോക്കി, ദൈവം തന്ന ദാനമാണ് നമ്മുടെ മക്കള്. ആ മക്കളെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ ഇന്നും പറ്റിയിട്ടില്ല. ശരിയല്ലേ? സ്വന്തം ജീവിത പങ്കാളി ദൈവം തന്നതാ, എന്നാ അതിന് പോരാ. ഈ ലോകത്ത് ആരാടാ പെർഫെക്റ്റ് ആയിട്ടുള്ളേ? ആർക്കാ കുറവില്ലാത്ത? ആർക്കാ പോരായ്മയില്ലാത്ത? ആർക്കാ കുറവുകളില്ലാത്ത? ഈ പ്രസംഗിക്കണ എനിക്ക് എന്തോരം കുറവാന്നറിയോ? എൻ്റെ ഇടവക്കാർ സഹിച്ചോണ്ടിരിക്കുക. അതുകൊണ്ടാ പറയണേ. ഇവിടെ ഇരിക്കുന്ന ജോജോച്ചന് ചിലപ്പോൾ കുറവുണ്ടായില്ലിരിക്കാം, ചിലപ്പോൾ തോമസ് അച്ഛന് കുറവില്ലായിരിക്കാം. കുറവുകൾ എല്ലാവർക്കും ഉണ്ട്, പോരായ്മകൾ എല്ലാവർക്കും ഉണ്ട്. അത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ഒരു നരക. ചിന്തിച്ചാ മതി അത്. ഇന്ന് പലരുണ്ടല്ലോ, പലരും വന്നിട്ട് പറയും, അച്ഛോ എന്റെ ജീവിത പങ്കാളി കൂടെ ജീവിക്കാൻ പറ്റണില്ല. കഴിഞ്ഞ ആഴ്ച
ഒരു കേസ് വന്നേക്കാ, വലിയ കുഴപ്പമൊന്നുമില്ല, ഭർത്താവ് മാറി താമസിക്കാൻ പോയേക്കാ. ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ കാര്യം? ഒരു കാര്യമില്ല വെച്ചാ. ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ ചേട്ടാ മാറി താമസിക്കണേ? അവൾ എന്നെ അംഗീകരിക്കണില്ല അച്ചോ, അവൾ എന്നെ അംഗീകരിക്കണില്ല. നീ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടി എന്ന് പറയണത് നിന്റെ അപ്പന്റെ അമ്മയുടെ മുഖത്ത് അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്തുമ്പോഴാ. അല്ലാണ്ട് നീ എന്തൊക്കെ നേടിയിട്ട് എന്താ കാര്യം? എത്രയേറെ കോടി സമ്പാദിച്ചിട്ട് എന്താ കാര്യം? സ്വന്തം മക്കളെ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ, സ്വന്തം ജീവിത പങ്കാളിയെ സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ, കൂടെയുള്ള നിന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ സ്നേഹിക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ ഈ ലോകത്ത് എന്ത് നേടിയിട്ട് എന്താ കാര്യം? ഒന്ന് ചിന്തിച്ചോക്ക്. എടവേ, നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി നമ്മൾ കിടക്കുമ്പോ ഈ ഉണ്ടെന്ന് പറയണവർ ഇവരൊക്കെ ഉള്ളൂ. നീ ഹായ് അയക്കണ, ഗുഡ് മോർണിംഗ് അയക്കണ ആരെങ്കിലും വന്നിട്ട് നിന്നോട് ചോദിക്കോ, എടാ ദേവായി നിനക്ക് എന്നാ പറ്റി? ഒരാളുണ്ടാവില്ല, ഒരാള് നിങ്ങളോട് ചോദിക്കില്ല. എത്ര കുറവുണ്ടെങ്കിലും ഭർത്താവ് ഭർത്താവ് തന്നെയല്ലേ, എത്ര കുറവുണ്ടെങ്കിലും ഭാര്യ ഭാര്യ തന്നെയല്ലേ, എത്ര കുറവുണ്ടും പോരായ്മയുണ്ടെങ്കിലും മക്കള് മക്കൾ തന്നെയല്ലേ. ഇതുപോലെ വേറെ എവിടെ കിട്ടും? ഇതുപോലെ വേറെ ആരെ നിങ്ങൾ സ്നേഹിക്കും? നമ്മുടെ ഒരു കുഴപ്പം ഉള്ള കാലത്ത് സ്നേഹിക്കില്ല. ഒരിക്കലും ഒരു ഗുരുവിന്റെ അടുത്ത് ശിഷ്യൻ ചോദിച്ചു, ഗുരുവേ അങ്ങ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്വപ്നം ഏതാ? ഗുരു പറഞ്ഞൊരു ഉത്തരവുണ്ട്, എന്റെ മരണ ഏറ്റവും വലിയ സ്വപ്നം. ശിഷ്യന് ആകുലതയായി, മരണോ? മരണോ? ഗുരു പറഞ്ഞു, അതെ എന്റെ മരണ. കാരണം എന്താ? ഗുരു പറഞ്ഞു ഉത്തരം എങ്ങനെയാ? കാരണം എന്ന് പറയാം, 3 കാരണങ്ങളാന്ന് ഗുരു പറഞ്ഞേ. തിരക്കാന്ന് പറഞ്ഞവര് അന്ന് എന്നെ കാണാൻ വരും. ഒന്നാമത്തെ കാര്യം, എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞവർ അന്ന് എന്നെ കുറിച്ച് നല്ലത് പറയും. ശരിയല്ലേ? മരണത്തിന്റെ സംസ്കാര ശുശ്രൂഷയില് എന്താന്ന് പൊക്കഴുത്തല്? ചത്ത് കിടക്കണ അല്ലെങ്കിൽ മരിച്ചു കിടക്കണ ആളെ നോക്കിയിട്ട് നമ്മൾ തന്നെ കണ്ടളിക്കും, ദൈവം ഇത്രയും നിറകുടമായിരുന്നു എന്ന്. ചിന്തിച്ചു നോക്കിയേ. എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞവർ അന്ന് എന്നെ കുറിച്ച് നല്ലത് പറയും. ഒന്ന് ഓർത്തു നോക്കിയേ. എന്നെ മാറ്റി നിർത്തി പരിഹസിച്ചവര് അന്ന് എന്നെ ഓർത്തൊന്ന് കരയും. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ മരണമല്ലേ ഏറ്റവും വലിയ സ്വപ്നം? പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ മരണത്തിൽ പറയണ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ഇപ്പൊ മരിക്കായിരുന്നോ? മരണ വീട്ടിലൊക്കെ ഇപ്പൊ കരച്ചിലൊക്കെ കുറഞ്ഞു കേട്ടോ. പണ്ടൊക്കെയാണ് ചങ്കത്തടിച്ച് കരച്ചിലൊക്കെ, ഇന്ന് വലിയ കരച്ചിലൊന്നുമില്ല. കാരണം ഒരു അടുപ്പമില്ല. ശരിയല്ലേ? ഒരു അടുപ്പമില്ല. അപ്പം മരിച്ചു പോയാലും, എന്റെ ഇടവകയിലും മരണ ശുശ്രൂഷയിലും ഞാൻ പങ്കെടുക്കുന്നുണ്ടല്ലോ, അപ്പം മരിച്ചു പോയാലും ഒരു തുള്ളി കണ്ണീര് വീഴ്ത്താത്ത മക്കളുണ്ട്. എന്തുട്ട സ്നേഹം, എന്തുട്ട അടുപ്പം ഉണ്ടെന്ന് പറയണ ആരുള്ളേ? പലപ്പോഴും നമ്മൾ പറയാറില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന്, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും അതുപോലെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ മറ്റുള്ളവരെ? എന്നിട്ട് അങ്ങനെ പറ. നീ ആദ്യം നീ ഒന്ന് തിരിച്ചറിയ്, നീ അങ്ങനെയാണോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ടോക്ക് ഉണ്ട്. ആ ടോക്കിൽ ഞാൻ പറഞ്ഞെങ്ങനെയാ, നിന്റെ വാക്കിൽ സത്യം ഉണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ, നിന്റെ മനസ്സിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ബന്ധങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ തകർന്നു പോവും. നിന്റെ വാക്കിൽ സത്യം ഉണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തില് സ്നേഹം ഉണ്ടെങ്കിൽ, നിന്റെ മനസ്സിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിനക്ക് ബന്ധം ഉണ്ടാവും. അത് സൗഹൃദമാണെങ്കിലും കുടുംബമാണെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ പൊളിഞ്ഞു പോവും. എന്തോരം നോണ പറയണേ, വായ തുറന്ന നോണ പറയണ ടീമുകളുണ്ട്. വാക്കില് സത്യം വേണം, ഹൃദയത്തിൽ സ്നേഹം വേണം. എവിടെ പൊതിഞ്ഞ സ്നേഹങ്ങളായിന്ന്, പാക്കറ്റ് കണക്കിന സ്നേഹങ്ങള് അല്ലേ? നമ്മളൊരു കടയിൽ ചെന്ന് നല്ല പാക്കറ്റിൽ കിട്ടും പലതും, അതുപോലെ ഇന്ന് സ്നേഹം ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്ക. പക്ഷെ ആത്മാർത്ഥതയുണ്ടോ? ഹൃദയത്തിൽ നിന്നാണോ? അല്ല, അല്ല. പ്രണയിച്ച് കല്യാണം കഴിച്ച എത്രയോ പേര് എൻ്റെ അടുത്ത് വരണ്ട, എൻ്റെ അച്ഛോ മടുത്തു ജീവിതം. എന്തേ? പ്രണയിച്ചപ്പോ നല്ല വാക്കുകളായിരുന്നു, പ്രണയം കഴിഞ്ഞു, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ ഇപ്പം മടുത്തു, കൊച്ചായപ്പോഴേക്കും മടുത്തു. 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസമായിട്ട് എന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞിട്ട് പറയാ, എന്റെ അച്ഛോ ജീവിക്കണമെന്ന് തോന്നണില്ല, 10 വർഷം സ്നേഹിച്ച് കിട്ടിയതാ. ഞങ്ങളുടെ +2 10ാം ക്ലാസ്സിൽ അങ്ങോട്ട് തുടങ്ങിയ സ്നേഹ കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും മടുത്തു.
എവിടെയാ സ്നേഹം? മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ മറന്നുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമ്മൾ മറന്നുകൊണ്ടിരിക്കുക. നീ നിന്നെ സ്നേഹിച്ചിട്ട് നീ മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കാൻ നോക്കുക, അപ്പൊ നിനക്ക് സ്നേഹിക്കാൻ പറ്റും. നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് മുമ്പ് നീ നിന്നെ ഒന്ന് തിരിച്ചറിയേ. നിന്റെ കഴിവുകളും നിന്റെ കുറവുകളും നിന്റെ പോരായ്മകളും ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് നീ ഒന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ നോക്ക്. ഈ ലോകത്തുള്ള എല്ലാവരെയും നേടണമെന്നും പോണ്ട. നിന്റെ കുടുംബത്തെ ഒന്ന് നേടാൻ പറ്റിയാൽ മതി, നിന്റെ മക്കളെ ഒന്ന് നേടാൻ പറ്റിയാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട്, എന്റെ പള്ളിയിൽ ഞാൻ പറയാറുണ്ട്, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിച്ച ചത്ത് കഴിയുമ്പോ ആ കബറിടത്തിൽ വന്ന് ചിലപ്പോ ആ പൊടി വാടിച്ച് കിടക്കുമ്പോ ഇങ്ങനെ മാറ്റാനായിട്ടൊരു മകനോ മകളോ ഉണ്ടാവും. ആയ കാലത്ത് സ്നേഹിച്ചില്ലെങ്കിലാ പല കുഴിമാടത്തിലും ചെന്ന് നോക്കിയാൽ മതി, പൊടി പിടിച്ച് കിടക്കണ്ടാവും, ഒരു കരിയില പോലും മാറ്റിണ്ടാവില്ല. കാരണം എന്താ? സ്നേഹം എന്തെന്ന് മക്കൾ അറിഞ്ഞിട്ടില്ല, സ്നേഹം എന്തെന്ന് മക്കൾ അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ അച്ഛാ കെട്ടിയവൻ മരിച്ചിട്ട് 10 വർഷമായി, ഇപ്പോഴൊരു വിങ്ങല മനസ്സില് ആ മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ എന്തൊരു സ്നേഹ ഇവര് തമ്മിലെന്ന്, എന്തൊരു സ്നേഹ ഇവര് തമ്മിലെന്ന്. കുറച്ചു നാളുകൾക്ക് മുമ്പ് അപ്പം മരിച്ചുപോയ ഒരു പെൺകുട്ടിയെ കാണാനിടയായി. അവൾ ഇന്ന് 28 വയസ്സുണ്ട്, 28 വയസ്സുണ്ട് അവൾക്ക്. ചെറുപ്പത്തിൽ എപ്പോഴോ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ മരിച്ചുപോയത് അപ്പൻ. അവൾ ഇന്നും പറയും, എന്റെ അച്ഛൻ എന്റെ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ. ഇന്നും ആ കുഴിമാടത്തിൽ അവൾ എല്ലാ ദിവസവും കുർബാന കഴിയുമ്പോൾ ചെല്ലും, ഞങ്ങളുടെ പള്ളിയിലാട്ടോ പറയുന്നേ, വന്ന് പ്രാർത്ഥിക്കും. അപ്പന്റെ വില മനസ്സിലാക്കിയവളാ. സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിച്ചിട്ടുണ്ട് അപ്പൻ, സ്നേഹിക്കേണ്ട സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മ. അങ്ങനെ സ്നേഹിക്കുന്ന കുടുംബങ്ങളിലൊക്കെ സന്തോഷം ഉണ്ടാവും, അങ്ങനെയുള്ള ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹം ഉണ്ടാകും. ഇതിപ്പോ ഓൺലൈനിലായതുകൊണ്ട്, അല്ലെങ്കിൽ എന്റെ അപ്പനമ്മയുടെ കാര്യം പറഞ്ഞു, എന്റെ അപ്പനമ്മയും ഒത്തിരി സ്നേഹിക്കുന്ന ഒരു അപ്പനമ്മയും എന്റെ അപ്പനമ്മയും ഒത്തിരി സ്നേഹിച്ച ഒരു അപ്പനമ്മയും. ഇന്ന് 2 പേർക്കും ക്യാൻസർ പേഷ്യന്റാ, എന്റെ അപ്പനമ്മയും ക്യാൻസർ പേഷ്യന്റാ. അത് പറയാറൊന്നും എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ സന്തോഷമുള്ളൂ. അവര് ഞങ്ങളെ സ്നേഹിക്കാവുന്നതിന്റെ പരമാവധി സ്നേഹിച്ചിട്ടുണ്ട്. ഇന്നും ഞങ്ങൾ അതുപോലെ അവരെ സ്നേഹിക്കുന്നുണ്ട്. അപ്പന് ക്യാൻസർ എന്ന അസുഖം പഠിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞങ്ങളുടെ എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ ചെല്ലണ സമയത്ത് അപ്പൻ തിരിച്ചു വരുമെന്നൊന്നും ഉറപ്പില്ല. പക്ഷേ അന്ന് അവിടെ കൂടിയവര്, അപ്പനെ സ്നേഹിച്ചവർ, ഞങ്ങൾ ഈ 2 മക്കളിങ്ങനെ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചതൊക്കെ ഞാൻ ഇന്നും ഓർക്കുകയാണ്. കാരണം സ്നേഹം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് പല മക്കൾക്ക് സ്നേഹം അറിയാൻ പാടില്ല. അപ്പൻ അമ്മ എന്ന് കേൾക്കുമ്പോൾ ഒരു സങ്കടം ഒരു സന്തോഷവും തോന്നണില്ല. പല കുടുംബങ്ങളിലെയും പ്രശ്ന, സ്വന്തം ജീവിത പങ്കാളിക്ക് സ്നേഹം മനസ്സിലാവണില്ല. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വിളിച്ചിട്ട് പറയാ, എന്റെ അച്ഛാ സ്നേഹിച്ച കല്യാണം കഴിച്ചതാ, അയാളെ മനസ്സിലാക്കി എനിക്ക് പറ്റണില്ല അച്ചോ. എന്താ പറ്റിയേ? എന്താ പറ്റിക്കൊണ്ടിരിക്കണേ? എന്താ നീ ഇങ്ങനെ? ദൈവം ചോദിക്കും, മോനെ മോളെ, ആ കായലിനോട് ചോദിച്ച ചോദ്യം, നിന്റെ സഹോദരൻ എവിടെയാടാ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ തമ്പുരാൻ പറയുന്നത് തന്നെയാ, നീ നിന്റെ സഹോദരനെ ഒന്ന് നേടിയെടുക്ക്, നീ അവനെ ഒന്ന് സ്നേഹിക്ക്, നീ അവനെ ഒന്ന് മനസ്സിലാക്ക്. കുറവുകൾ എല്ലാവർക്കും ഉണ്ടിടവേ, പോരായ്മകൾ എല്ലാവർക്കും ഉണ്ട്. ആരെ തികഞ്ഞിട്ടുള്ളേ? ആരും തികഞ്ഞവരില്ല. കുറവുകളുള്ള എല്ലാവർക്കും, പോരായ്മകളുള്ള എല്ലാവർക്കും. എന്നാ നീ അവരെ സ്നേഹിക്കുമ്പോ നിന്റെ കുടുംബം സന്തോഷം കൊണ്ട് നിറയും. നിനക്കൊരു ആക്സിഡന്റ് പറ്റി, എന്തെങ്കിലും പറ്റി നീ കിടക്കുമ്പോ നിന്റെ കൂടെ നിൽക്കാൻ അവരെ ഉണ്ടാകുള്ളൂ എന്ന് നീ ഓർക്കണം എപ്പോഴും. എന്നിട്ട് നീ മനസ്സിലാക്കണം, എന്നിട്ട് നീ അവരെ ചേർത്ത് പിടിക്കാൻ നോക്കണം. അപ്പോഴാ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണേ. അവിടെയാ നിന്റെ മോട്ടിവേഷൻ എന്ന് പറയണേ. നിന്റെ കൂടെയുള്ളവർ നിന്നെ ഓർത്തിട്ട് നിന്റെ അപ്പനമ്മയൊന്ന് സന്തോഷിച്ച ദിവസം ഉണ്ടോ? നീ ചിന്തിച്ചു നോക്കിയേ. നിന്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹം വന്നു കഴിഞ്ഞപ്പോ അതിനെ ഓർത്ത് അഭിമാനിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പനമ്മയും? അതാ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അല്ലാണ്ട് നാട്ടുകാരെ വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വീട്ടുകാരെ വിളിച്ചു പറയും, വീട്ടുകാരെ നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചത് അംഗീകരിച്ചൊരു ദിവസം നോക്ക്. സുരാജ് വെഞ്ഞാറമൂടിന് ഒരിക്കലും ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഇതേവരെ എന്നെ മോനെയെന്നോ ചേർത്ത് പിടിക്കാത്ത എന്റെ അപ്പൻ ചേർത്ത് പിടിച്ചിട്ട് എന്റെ കവളത്തൊരു ഉമ്മ തന്നതാണ് എനിക്കന്ന് അവാർഡ് കിട്ടിയതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷമെന്ന്. സ്വന്തം അപ്പന്റെയും അമ്മയുടെയും ജീവിത പങ്കാളിയുടെയും മക്കളുടെയും മുഖത്ത് നിന്നെ ഓർത്തൊരു സന്തോഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അപ്പൻ മുഴുകുടിയനാ, കുടിച്ചു വന്നിട്ട് അമ്മേനെ തല്ലും. അപ്പനെന്ന് കേൾക്കുമ്പോ അവന്റെ മനസ്സ് നിറയെ രോക്ഷമാ, ദേഷ്യമാ. പല കുടുംബങ്ങളിലുണ്ട് ഇങ്ങനെയൊക്കെ. ഞാൻ ഇന്നും ഓർക്കവന് കൂടെ പഠിച്ചതാ, അച്ഛനാകം പഠിച്ചതാ. ഡീക്കം പട്ടത്തിന്റെ സമയത്ത് ഞാൻ അവന്റെ വീട്ടിലേക്ക് ഒന്ന് കയറി ചെല്ലുമ്പോ ഞാൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവന്റെ വീട്ടിലേക്ക് ഞാനൊന്ന് ചെല്ലാം, എന്റെ കൂട്ടുകാരനാ, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു കൂട്ടുകാരനാ. അവന്റെ വീട്ടിലേക്ക് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, അവന്റെ നാട്ടിൽ ഞാൻ ചെന്നേക്കാ, ഇടുക്കി അടുത്താ. നാട്ടിൽ ചെല്ലുമ്പോ ഞാൻ അവനോട് പറഞ്ഞു, എടാ ഞാൻ നിന്റെ വീട്ടിൽ വരണുണ്ട്,
അവൻ പറഞ്ഞു, എടാ നീ ഇപ്പം എൻ്റെ വീട്ടിൽ വരണ്ട. ഞാൻ പറഞ്ഞു, എടാ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാടാ, ഞാൻ ഇവിടെ അടുത്തുണ്ട്, പിന്നെന്താ നിന്റെ വീട്ടിലൊന്ന് വന്നാ, നീ എൻ്റെ കൂട്ടുകാരനല്ലേ. അവൻ പറഞ്ഞു, നീ എൻ്റെ അടുത്ത് വരണ്ട. ഞാൻ പറഞ്ഞു, നീ തൊട്ട് വർത്താനം ഈ പറയണ, ഞാൻ വരണുണ്ട്. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, ഞാൻ നോ എന്ന് പറഞ്ഞിട്ടും ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്നറിയോ, അപ്പൻ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഛർദിച്ച് തുണിയിലാണ്ട് കിടക്ക, ഒരു ട്രൗസർ മാത്രം ഇട്ട് ഇങ്ങനെ കിടക്ക. അപ്പുറത്ത് കുറച്ച് പാത്രങ്ങൾ എറിഞ്ഞു കിടക്കുന്നുണ്ട്. അമ്മയുടെ ബ്ലൗസിന്റെ സൈഡ് ഇങ്ങനെ കീറിയിട്ടുണ്ട്. പെങ്ങൾ ആ മുറിയിൽ ഇരുന്ന് കരയുന്നുണ്ട്. ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും, ആ മുറ്റത്ത് കാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചിന്തിച്ചു, ദൈവമേ ചെല്ലണ്ടായിരുന്നു. ഇത് കണ്ടു നിന്ന് അവൻ എന്നോട് വന്നിട്ട് ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതാ, എടാ നിന്നോട് ഞാൻ പറഞ്ഞല്ല എൻ്റെ വീട്ടിൽ വരണ്ടെന്ന്, പിന്നെ എന്തിനാ നീ വന്നേ, ഇത് കാണാൻ വന്നതാണോ? എൻ്റെ സ്നേഹം നിറഞ്ഞവൻ, അവനെ എന്നും അപ്പനോട് ദേഷ്യമായിരുന്നു. സ്വന്തം അമ്മേനെ മർദ്ദിക്കുന്ന, എന്നും കള്ളു കുടിച്ചു വരുന്ന ഒരു അപ്പനെ എങ്ങനെ സ്നേഹിക്കും മക്കള്? എന്നും ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒരു അമ്മയെ എങ്ങനെ സ്നേഹിക്കും മക്കള്? എന്നും കുറ്റം പറയുന്ന മക്കളെ എങ്ങനെ സ്നേഹിക്കും മാതാപിതാക്കള്? നിങ്ങൾ പറ. ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു കാര്യം ഉണ്ടെന്നറിയോ, എനിക്ക് എന്നും ഒരു കുറ്റബോധമുണ്ട് എൻ്റെ മനസ്സിൽ. ഈ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ അപ്പനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എൻ്റെ അപ്പനെ കാണാൻ നല്ല ഭംഗിയാണ്. പുള്ളി കൂലിപ്പണിക്കാരനൊക്കെ ആണെന്നു. എനിക്ക് സന്തോഷമുള്ളൂ പറയാൻ, എൻ്റെ അപ്പൻ്റെ ജോലിയൊക്കെ പറയാൻ എനിക്ക് സന്തോഷമുള്ളൂ. ഏത് ജോലിക്കും മഹത്വം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് പറയാം, എൻ്റെ അപ്പനൊരു കൂലിപ്പണിക്കാരനായിരുന്നു. എന്നാലും അപ്പനെ കാണാൻ നല്ല ഗ്ലാമറായിരുന്നു കേട്ടോ. അമ്മേനെ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇച്ചിരി വലിയ കുഴപ്പമില്ല, ചിലപ്പോൾ ഈ ടോക്ക് കേൾക്കണ്ടാവും, അതുകൊണ്ടാണ്. എന്നാലും ഞാൻ പറയാം, അമ്മേനെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. ദൈവമേ, കേട്ട് കഴിഞ്ഞാൽ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ കഞ്ഞോളം തരില്ല. എന്നാലും പറയാ, അമ്മേനെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല. അതിന്റെ പല്ലൊക്കെ പോയതാ. അപ്പൊ ഞാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് PTA മീറ്റിംഗ് നടക്കുക. PTA മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പറയാ, ഞാൻ സ്കൂളിൽ നിന്ന് പറഞ്ഞു, എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നാളെ നിങ്ങളെല്ലാവരും പാരൻസിനെ കൊണ്ടുവരണം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അപ്പൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പ നാളെ PTA മീറ്റിംഗാ. അപ്പം പറഞ്ഞു, എടാ അപ്പന് നാളെ പണിയുണ്ട്, അപ്പം വരില്ല കേട്ടാ. അപ്പം വരില്ല, നീ അമ്മേനെ കൊണ്ടുപോക്കോ. അമ്മ അവിടെ നിൽക്കണ്ട് കേട്ടാ, അമ്മ അടുത്ത് നിൽക്കണ്ട്. ഞാൻ അപ്പനെ നോക്കിയിട്ട് പറഞ്ഞേ, അമ്മയാണെങ്കിൽ വരണ്ടപ്പ, ഞാൻ അപ്പനും അമ്മയ്ക്കും തിരക്കാന്ന് പറഞ്ഞോളാം. ഇത് അമ്മ കേട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് അറിയാം അമ്മയ്ക്ക് പല്ലില്ലെന്ന്, അമ്മേനെ കാണാൻ ഭംഗിയില്ലെന്ന്. ഇന്നും എൻ്റെ മനസ്സിലുള്ളൊരു കുറ്റബോധം അത്. ഇന്നും എനിക്കൊരു വിഷമമുണ്ട് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ. അന്ന് ഞാൻ പറഞ്ഞത്, എൻ്റെ അമ്മ അതൊക്കെ കേട്ടുന്നിട്ടുണ്ടല്ലോ. അന്ന് ഞാൻ വന്നില്ല, ഞാൻ പോണില്ല മനുഷ്യ, അവൻ വരണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ചങ്ക് പെടയണ വേദന നീ ഇട്ടുണ്ടാവും അല്ലേ? നിന്റെ അമ്മ ആരാണെന്നും നിന്റെ അപ്പൻ ആരാണെന്നും നീ ആരാണെന്നും നിന്റെ കുടുംബം എന്താണെന്ന് നീ മനസ്സിലാക്കാൻ തുടങ്ങിയാണ്ടല്ലോ, നിനക്ക് സ്നേഹിക്കാൻ പറ്റും. ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ അമ്മ എന്നെ എന്തോരം സ്നേഹിച്ചിരുന്നെന്ന്. ഇന്ന് ഏത് കടയിൽ ചെന്നാലും കയറ്റിക്കൊണ്ടുപോയനെ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ ആദ്യം ചെല്ലണത് സാരിയുടെ ഭംഗിയല്ല എൻ്റെ അമ്മ നോക്കണേ, കാശ് എത്രയും നോക്കും, ഏറ്റവും കുറഞ്ഞത് നോക്കി എടുക്കുള്ളൂ. കുടുംബം സന്തോഷമാണ് ഞങ്ങളുടെ കുടുംബം. ഇന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറഞ്ഞത് എൻ്റെ അന്ന് പോവാ. അതുകൊണ്ട് ഞാൻ പറയണേ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിത പങ്കാളി ഒന്ന് അറിഞ്ഞ് സ്നേഹിച്ചോക്കെ. ഇടയ്ക്കെങ്കിലും ഒന്ന് ചോദിച്ചോക്കെ, സുഖാണോന്ന്. എത്ര നാളായല്ലേ ചോദിച്ചിട്ട്? മിണ്ടാറുണ്ടോ? ഒരു വീട്ടിൽ തന്നെ 2 പാത്രത്തിൽ ചോറുണ്ട്, 2 പാത്രത്തിൽ അടപ്പ്. മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊരു സ്നേഹം, എന്തൊരടുപ്പം. വീട്ടിന്റെ അകത്തേക്ക് അങ്ങോട്ട് ചെല്ലണം. മുറി അടച്ചിട്ട തെറി പറയണപ്പോ. പണ്ട് ആൾക്കാർക്ക് കേട്ടാലും കുഴപ്പമില്ല, നിന്ന് നാണോ പുറത്ത്. ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമില്ല. പണ്ട് കള്ളു കുടിച്ചു വന്ന് വീട്ടിൽ വഴക്കുണ്ടാക്കിയാലും ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുമ്പോ സ്നേഹം ഉണ്ടായിരുന്നു. കള്ളു കുടിച്ചാലും അറിയാം, അതിനെ ബോധലാണ്ട് പറയണത് പിന്നെ സ്നേഹിച്ചോളൂന്ന്. ഇന്ന് കള്ളുകൂടിയൊന്നുമില്ല, പക്ഷെ സ്നേഹമില്ല. കള്ളു കുടിക്കാനുള്ള ലൈസൻസ് അല്ല അച്ഛൻ പറഞ്ഞെന്നേ, അതുകൂടി അച്ഛൻ പറയാ. ഇന്ന് കുടുംബത്തിലേക്ക് ഒന്ന് കയറി ചെല്ലുമ്പോ, കുടുംബ ജീവിതത്തിലേക്ക് ഒന്ന് പ്രവേശിക്കുമെന്ന് ഓർത്തു നോക്കേ. ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടോന്ന്, സഹോദരങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടോന്ന്, സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം ഉണ്ടോന്ന്? ഒന്നുമില്ല. സ്വന്തം കാര്യം നടക്കണം, സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യും അല്ലേ? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നൊരു കൂടെ, സ്വന്തം ഭാര്യയെ കടം തീർക്കാൻ വേണ്ടി കൂട്ടുകാരനെ പണയം വെച്ച ഒരു ചെറുക്കനെ എനിക്കറിയാം. ഒത്തിരി സ്നേഹിച്ച് 4 വർഷം സ്നേഹിച്ച് കെട്ടിയതാ. ഈ കൂട്ടുകാരൻ വീട്ടിലേക്ക് വരുമ്പോ, ഈ ഭർത്താവ് എന്ന് പറഞ്ഞ വ്യക്തി വീട്ടിലേക്ക് വരുമ്പോ അവനെ ചേർത്തിരുത്തി. അവന്റെ ചേച്ചിയുടെ കൂട്ടുകാരനായിരുന്നു. ഇവൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമ്പോ ഇവൾക്ക് ഇഷ്ടമായി, അവനും ഇഷ്ടമായി. 4 വർഷം സ്നേഹിച്ചു. കോവിഡ് വന്ന് കടബാധ്യത കയറി കഴിഞ്ഞപ്പോ വിദേശത്തേക്ക് കൊണ്ടുപോയി. ഇവളെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോയി.
ഒരു ദിവസം വീടിന്റെ അകത്ത് നോക്കിയപ്പോ കൂട്ടുകാരന്മാരൊക്കെ നിറഞ്ഞു വന്നേക്കാ. കൂട്ടുകാരന്മാരെല്ലാവരും ഉണ്ട്. കൂട്ടുകാരന്മാരെല്ലാവരും കൂടി സ്മോൾ അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇവള് പറഞ്ഞു അവർ കൂട്ടുകാരല്ലേ ചെയ്തോട്ടെ. ഇവള് സ്വന്തം മുറിയിൽ ഇരുന്നിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ വാതിൽ തുറന്ന് ഇവളുടെ മുറിയിലേക്ക് കയറി വന്നു. അപ്പൊ ഇവള് പറഞ്ഞു, ചേട്ടാ ഇതെല്ലാം മുറി, പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ഇവള് പുറത്തേക്ക് തള്ളി വാതിലടച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വാതിക്ക് ഒരു പിന്നെയും മുട്ടില്. ഇവള് ചോദിച്ചു ആരാ? ഇവള് പറഞ്ഞു എടി ഞാനാ, സ്വന്തം ഭർത്താവാ. എടി ഞാനാ, എന്തേ നീ വാതിൽ തുറന്നേ? വാതിൽ തുറന്നപ്പോ കാണുന്ന കാഴ്ചയുണ്ട്. സ്വന്തം കൂട്ടുകാരന്റെ കൈ പിടിച്ചിട്ട് സ്വന്തം ഭർത്താവ് അവളുടെ കിടപ്പറയിലേക്ക് ഇവനെങ്ങനെ തള്ളിവിടാ. ഒറ്റ കാര്യം പറഞ്ഞോളൂ, നീ ഇന്ന് ഇവന്റെ കൂടെ കിടക്കണം. എവിടെയാ സ്നേഹം? കടബാധ്യത ഏറി വന്നപ്പോ പണയം വെച്ചത് സ്വന്തം ഭാര്യയെ ലക്ഷങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾക്ക് വേണ്ടി സ്വന്തം അപ്പനെ വെട്ടിക്കൊല്ലുന്നവരുള്ള കാലഘട്ട. എന്ത് സ്നേഹം എന്ന് പറയണ നിങ്ങള്? ജനിപ്പിച്ച മക്കളെ വേണ്ട അല്ലേ? ഒരു കറിവേപ്പില പോലെ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. സ്വന്തം 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 ഈഗോ 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 ഈഗോ. എവിടെയാ സ്നേഹം? നീ നിന്റെ കൂടെയുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം. അപ്പോഴൊക്കെ ഈ തിരുനാള് കൊണ്ടാടിയിട്ടൊക്കെ അർത്ഥമുള്ളൂ. സീരിയസെറ്റൊക്കെ തൂക്കിക്കോ, പന്തലൊക്കെ അണിയിച്ചൊരുക്കിക്കോ, ഭംഗിയായിട്ട് ചെയ്തോ. സ്വന്തം അപ്പന്റെ മുഖത്തൊരു സന്തോഷം കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തുട്ട് മകനാ? സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി ഒരു സന്തോഷത്തോടെ കിട്ടിയ പൈസയുടെ കുറച്ചെടുത്ത് കൊടുത്തിട്ട് അമ്മ എന്തെങ്കിലും വാങ്ങിച്ചോട്ട് കൊടുക്കുമ്പോ അമ്മയുടെ മുഖത്ത് വിടുന്ന ഒരു പുഞ്ചിരിയുണ്ട്, കണ്ണീന്ന് വീഴുന്ന 2 തുള്ളി കണ്ണീരുണ്ട്. അതൊക്കെയാണ് സന്തോഷം എന്ന് പറയണേ. അതൊക്കെ സന്തോഷം. നിന്റെ കുടുംബത്തിലുള്ളവരോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി നീ പലതും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം അല്ലേ? ഒരപ്പനാണെങ്കിൽ മക്കൾക്ക് വേണ്ടി പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും. സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പൻ അങ്ങനെയായിരുന്നു. മക്കൾക്ക് വേണ്ടി പലതും വേണ്ടെന്ന് വെച്ച ഒരു അപ്പൻ. ഇവിടെ ഇരിക്കുന്ന അപ്പന്മാർ അങ്ങനെ ചെയ്യുമ്പോ, ഇവിടെ ഇരിക്കുന്ന അമ്മമാർ അങ്ങനെ ചെയ്യുമ്പോ, നമ്മുടെ കുടുംബത്തിലെ മക്കൾ വലുതാക്കുമ്പോൾ മനസ്സിലാക്കും അപ്പൻ എങ്ങനെയായിരുന്നു, അമ്മ എങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കണം. എന്റെ അപ്പനമ്മേനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും നോക്കണ്ട്, ഒത്തിരി പേര് നോക്കണ്ട്. പക്ഷെ ഇല്ലാത്തവരുണ്ട്. പ്രായമായി ഒരു കറിവേപ്പില പോലെ അകന്ന മന്ദിരത്തിൽ തള്ളിവിടുന്നവരില്ലേ? എവിടെയാ സ്നേഹം? ജനിപ്പിച്ച് വളർത്തി 10-12 വർഷം കൂടി വന്ന ഒരു 20-25 വർഷം വലുതാക്കി ഒരു ജോലി എത്തിച്ചു കൊടുത്തിട്ട് ഇപ്പൊ അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട. എവിടെയാ സ്നേഹം? എന്ത് നേടി ജീവിതത്തില്? പണമാണോ ജീവിതത്തിന്റെ നേട്ടം? സമാധാനം ഉണ്ടാവോടവേ? സമാധാനം ഉണ്ടാവോ? സ്വത്തിന് വേണ്ടി സ്വന്തം അപ്പനെതിരെ പീട്ടും പോരായിട്ട് നടക്കുമ്പോ സമാധാനം ഉണ്ടാവോ? ഇത് കണ്ടു വളരുന്ന മക്കൾ എങ്ങനെ ജീവിക്കും നിങ്ങളോട്? സ്വന്തം സുഹൃത്തിനെ പറ്റിക്കാൻ വേണ്ടി ഏത് അഭ്യാസം കാണിക്കുന്ന ഒരു കാലഘട്ടം. സ്നേഹത്തിന് വേണ്ടി എന്ത് കള്ളത്തരം പറയും. എല്ലാവരും ഇങ്ങനെ സ്നേഹിക്കാൻ നടക്കുന്നുണ്ട്. പറ്റിച്ചോണ്ട് സ്നേഹിക്കുക, പറ്റിക്കലാണല്ലോ. നീ ഒന്ന് തിരിഞ്ഞു നോക്കി, നിനക്കൊരു മനസാക്ഷിയില്ലേ? ഈ പറ്റിക്കുമ്പോ എല്ലാവരെയും ആരോടാ പറയണല്ലേ? ആരോടാ പറയാ? ഒന്നിനും ഉത്തരവില്ല. നീ നിന്നെ സ്നേഹിച്ചിട്ട് നീ പുറത്തേക്ക് സ്നേഹിക്കും കൊടുക്കുമ്പോ ആരെയും പറ്റിക്കരുത്. ദൈവത്തെ ഓർത്തച്ഛൻ പറയാ, പറ്റിക്കരുത്. ആരെങ്കിലും കരഞ്ഞ് നിന്നെ ഒന്ന് ശപിച്ച, മനസ്സ് നൊന്ത് നിന്റെ ജീവിതത്തിലേക്ക് 2 തുള്ളി കണ്ണുനീര് അവരുടെ ജീവിതത്തിൽ നിന്ന് വീണ, നീ എന്തൊക്കെ നേട്ടമുണ്ടെന്ന് പറഞ്ഞാലും തകർന്നു പോകും. ഉറപ്പിച്ചോ. ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ അച്ഛൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. പക്ഷെ പറയണില്ല, ഇപ്പോ സമയമില്ലാത്തതുകൊണ്ട് പറയണില്ല. മറ്റുള്ളവന്റെ മുഖത്ത് നീ ഒത്തിരിയേറെ കണ്ണീരാണ് കൊടുത്തതെങ്കിൽ നിന്റെ ജീവിതത്തിൽ ക്ലച്ച് ഉണ്ടാവില്ല, ക്ലച്ച് പിടിക്കില്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഓർക്കുക അച്ഛാ, എന്റെ ജീവിതത്തിന് ഉയർച്ചയില്ല. എങ്ങനെ ഉയർച്ച ഉണ്ടാവനാ? സ്വത്തിന് വേണ്ടി സ്വന്തം അപ്പനെതിരെ കേസ് കൊടുത്തേക്കാ. എങ്ങനെ ഉയർച്ച ഉണ്ടാവും പറ? സ്വന്തം മക്കളെ സ്നേഹിക്കാൻ, സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കാൻ, സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുമ്പോഴാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിജയം എന്ന് പറയണേ, സന്തോഷം എന്ന് പറയണേ. ഈ സന്തോഷം എന്ന് പറയണ കാര്യമുണ്ടല്ലോ, അത് പുറത്ത് തേടിയിട്ടൊന്നും കാര്യമില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ തേടണം. നിന്റെ സന്തോഷം നിന്റെ ജീവിതത്തിലാ. സങ്കടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ചുറ്റിനും. പക്ഷെ അതിൻ്റെ ഇടയിലും ചിരിക്കാൻ നിനക്ക് പറ്റണം. അപ്പോഴാ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണേ. അവസാനമായിട്ടൊരു കാര്യം കൂടി അച്ഛൻ പറയാ, എന്തിനേക്കാളും ഉപരി നീ ദൈവത്തെ സ്നേഹിക്കണം. എന്തിനേക്കാളും ഉപരി നീ ഈശോയെ സ്നേഹിക്കണം. അതാണ് അച്ഛൻ അവസാനമായിട്ട് പറയുന്നത്. സെമിനാരി ജീവിതത്തിൽ ചെറിയൊരു അനുഭവം പറയാം.
ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരിൽ ചേരണേ, എന്ന് വെച്ചാൽ അച്ഛനാകാൻ ചേരണേ. അച്ഛനാകാൻ ചേരുമ്പോൾ എനിക്ക് വലിയ പരിപാടിയൊന്നും അറിയത്തില്ല. കാരണം പണിയെടുക്കാൻ അറിയാൻ പാടില്ല, വേർപ്പിൻ്റെ അസുഖമുള്ള മനുഷ്യനാണ്, ഒരു കാര്യം ചെയ്യാൻ അറിയത്തില്ല, മടിയെന്ന് പറഞ്ഞാൽ മടിയനായിരുന്നു ഞാൻ. അങ്ങനെയുണ്ട് സെമിനാരിൽ ചേരണേ. സെമിനാരിൽ ചേർന്നിട്ട് ആദ്യത്തെ വലിയ ഒരാഴ്ച കുഴപ്പമുണ്ടായിരുന്നില്ല. 2ാമത്തെ ആഴ്ച ഞങ്ങളുടെ റെക്ടറച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, സെമിനാരിലെ ജോലികളൊക്കെ മക്കൾ ചെയ്യണം. അച്ഛനാകാൻ പോകാനൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഒരൊറ്റണം ഉണ്ടാവില്ലിരിക്കും. ഉണ്ടോ? നിങ്ങൾക്ക് പിന്നെ കൊള്ളണന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പോവാം സന്തോഷത്തോടെ പൊക്കോളണം. ഞാനത് പണ്ടത്തെ സെമിനാരി ജീവിതമായിട്ട് ഇപ്പം പറയണേ, അത് ഓർത്തിട്ട് നിങ്ങൾ ആരും ഇപ്പം സങ്കടപ്പെടരുത്. ഞാൻ റെക്ടറസ് ഞങ്ങളെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മക്കളെ സെമിനാരിൽ എല്ലാ പണിയും ചെയ്യണം. ഞാൻ പറഞ്ഞു ശരി. ഞങ്ങളന്ന് 36 പേരുണ്ട്, ഞങ്ങൾ സെമിനാരിൽ എല്ലാ പണിയും ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു ശരി, ഞങ്ങൾ ചെയ്തോളാം. ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ പന്നിക്കൂട് വൃത്തിയാക്കല. നല്ല സൂപ്പർ പരിപാടിയാണ്. സൂപ്പർ പരിപാടി എന്ന് വെച്ചാൽ സൂപ്പർ പരിപാടി. ഈ പന്നിക്കൊരു പ്രത്യേകതയുണ്ട്. പന്നീൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പന്നിക്കയുടെ വിചാരം അതിനെന്തോ തിന്നാൻ കൊടുക്കാണെന്നാ. അതപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും. ഇതിനെ കാണുമ്പോൾ ഞാൻ വേണമെങ്കിൽ പേടിച്ചോടും. ഇത് തന്നെ പരിപാടി. പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്നൊരു കളിയുണ്ട്, കുളങ്കര അല്ലേ. ഒരാൾ കുളത്തിൽ ചാടുന്നു, മറ്റൊരാൾ കരയിൽ ചാടുന്നു. ഇത് തന്നെ പരിപാടി. പിന്നെ റെക്ടറച്ചൻ വന്ന്, ഞങ്ങൾക്ക് റെക്ടറച്ചൻ്റെ ഒരു പ്രത്യേകത, ഈ ജോലി സമയത്ത് റെക്ടറച്ചൻ ഇങ്ങനെ നടക്കും. റെക്ടറച്ചൻ എന്ന് പറയുന്നത് സെമിനാറിൽ ഞങ്ങളെ നോക്കാനുള്ള അച്ഛനാട്ടോ. അപ്പം അച്ഛനിങ്ങനെ നടക്കും. അച്ഛൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാനും പന്നിക്കുട്ടനും കടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ അമ്മയിലും കളിച്ചുകൊണ്ടിരിക്കുക. റെക്ടറച്ചൻ ഇങ്ങോട്ട് വിളിച്ചു, മോനെ എന്തെങ്കിലും പണി അറിയോ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച ഒന്നും അറിയത്തില്ല. 2ാമത്തെ ആഴ്ച എനിക്ക് കിട്ടിയത് പട്ടിക്കൂട് വൃത്തിയാക്കല. നിങ്ങൾക്കറിയാം, ഈ പട്ടീനൊക്കെ വളർത്താൻ ഇഷ്ടം, പക്ഷേ ഇതിൻ്റെ വയറ്റിൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു മണമുണ്ട്. അതാണെങ്കിൽ ഈ കൂട്ടിക്കടന്നത് ചവിട്ടി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. ഒരു മണം പിടിച്ച മുറിയായിരിക്കും. ഇതെന്താ ഞങ്ങളുടെ സെമിനാറിൽ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ പട്ടീന് 2 എണ്ണത്തിന് 2 ജമണ്ടം പട്ടിയാണ്, അതുപോലെ വിസർജനം ചെയ്തിട്ടുണ്ടാവും. അതിനെ പുറത്തിറക്കും, നമ്മളങ്ങടെ അകത്ത് കയറ്റും, എന്നിട്ട് വാതിലങ്ങോട്ട് അടിച്ചും ക്ലീൻ ചെയ്തോളാൻ പറയും. ഞാനാണെങ്കിൽ മൂക്ക് പൊത്തിയിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാനും പറ്റുന്നില്ല. കാരണം എനിക്ക് വയർപ്പിൻ്റെ അസുഖം കൊണ്ട് പണിയെടുത്ത് ശീലമില്ല. 2 കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ സെമിനാറിൽ ഒരു പ്രത്യേകത, ഈ റെക്ടറച്ചൻ എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ ഇറങ്ങും. ഇങ്ങനെ സെമിനാറിയുടെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ തൊട്ട് തലോടിയൊക്കെ നടക്കും. ഇങ്ങനെ തൊടും തൊട്ടിട്ട് ഇങ്ങനെ നോക്കും. എന്തിനാ പറയ്. ആ പൊടിയുണ്ടോന്നറിയാൻ. ഇങ്ങനെ തൊട്ടിട്ട് നോക്കും, പൊടിയുണ്ടോന്നറിയാൻ. സെമിനാറിൽ മിക്കവാറും അച്ഛൻ തോടുന്നോടത്തൊക്കെ പൊടി ഉണ്ടാവും. അവിടെയൊക്കെ മിക്കവാറും ക്ലീൻ ചെയ്തത് ആരായിരിക്കും? പറഞ്ഞോ? ഞാനായിരിക്കും. ജിനു അച്ഛനായിരിക്കും കേട്ടോ, ഞാനായിരിക്കും. അപ്പൊ വർക്ക് മാസ്റ്ററോട് ചോദിക്കുന്നത് അവിടെ ആരെ ക്ലീൻ ചെയ്തേ? ജിനു അച്ഛ. അവനോട് വരാൻ പറ, ഞങ്ങളുടെ ചെല്ലും. ഞാൻ ഇന്ന് ഒത്തിരി സ്നേഹത്തോടെ, ഞാൻ എന്നും ജീവിതത്തിൽ ഓർക്കുക, ഒരു വിശുദ്ധനായ മനുഷ്യനായിട്ട് ഞങ്ങളുടെ റെക്ടറച്ചൻ ഞാൻ ഓർത്തു പറയാ. ഇന്നും ജീവിച്ചിരിക്കേണ്ട പ്രീസ്റ്റ് ഹോമിലാണ് ആ മനുഷ്യൻ. ഒത്തിരി സ്നേഹത്തോടു കൂടി ഞാൻ ഓർക്കുക. പക്ഷെ അന്ന് വഴക്ക് പറയുമ്പോൾ ഇതൊന്നും ചിന്തയിൽ വരില്ല കേട്ടോ. അന്ന് ഞാൻ പറയല്ല, ആ വീട് പറയില്ല, യൂട്യൂബിലായിപ്പോയി, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് പറയാ, അന്നൊക്കെ ചിന്തിച്ചിട്ട് ദൈവമേ ഇതങ്ങോട്ട് തീർന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്, സത്യം. പക്ഷെ അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ്, അച്ഛൻ പറയും, എടാ നിനക്ക് എന്തെങ്കിലും പണിയെടുത്ത് ശീലമുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല അച്ഛാ. നീയാണോ അവിടെ ക്ലീൻ ചെയ്തേ? ഞാൻ പറഞ്ഞു അതെ അച്ഛാ. അവസാനം അച്ഛൻ പറയും, അച്ഛനൊരു പ്രത്യേകതയുണ്ട്, എല്ലാവരുടെയും മുമ്പിലിട്ടൊന്നും വഴക്കൊന്നും പറയത്തില്ല. അച്ഛൻ 10 മണിക്ക് മുറിയിൽ വരാനേ പറയുള്ളൂ. നമ്മൾ 10 മണിക്ക് മുറി ചെന്നാലേ പിന്നെ വഴക്ക് തുടങ്ങുള്ളൂ. നമ്മളോട് ചോദിക്കും എന്തിനാ വന്നത്? അപ്പൊ നമ്മളിങ്ങനെ നീണ്ട ക്യൂലായിരിക്കും, കാരണം ഇഷ്ടം പോലെ പേരുണ്ടാവും 10 മണിക്ക് മുറിയിൽ വഴക്ക് പറയാനായിട്ട്. അപ്പൊ എന്നോടൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങിപ്പോടാ, നീയൊക്കെ എന്തിനാടാ സെമിനാറിൽ വന്നെ, ഇതുപോലെ പണിയെടുക്കാത്തൊരു സാധനം, പഠിക്കാത്തൊരു സാധനം. ഞാനൊന്നും പഠിച്ചിട്ടാണെങ്കിൽ ഒരു മാർക്കും ഇല്ല കേട്ടോ, സത്യം പറഞ്ഞതാ. അന്ന് സെമിനാറിൽ റൂൾ ഓഫ് ടച്ച്, റൂൾ ഓഫ് ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ എല്ലാ ദിവസവും കയറുകയാ, ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ എല്ലാ സ്ഥലത്തും പൊടി. അച്ഛൻ പറഞ്ഞു 10 മണിക്ക് ഒരു ദിവസം, മിക്ക ദിവസം ഞാൻ കയറി ചെല്ലണം കണ്ടിട്ട് അച്ഛൻ ചോദിച്ചു, നിനക്കൊന്നും വേറെ പണിയില്ലടാ, ഒരു പണി മര്യാദയ്ക്ക് എടുത്തൂടെ? അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ അച്ഛന് ഈ തോണ്ടാൻ പോയതുകൊണ്ടല്ലേ പ്രശ്നം? അച്ഛന് തോണ്ടാതിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവോ? അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തിനാ ഇങ്ങനെ തോണ്ടാൻ പോണേ? അതിനോടൊപ്പം ഞാൻ അവിടെ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എങ്ങനെ കൃത്യമായിട്ട് ഞാൻ ഈ ക്ലീൻ ചെയ്യുന്നിടത്ത് തോണ്ടാൻ പോണേ? അതാണല്ലോ പ്രശ്നം. ഇപ്പോൾ ഈ സെമിനാറിൽ ഇഷ്ടം പോലെ ബിൽഡിംഗ്, ഇഷ്ടം പോലെ മുറികളൊക്കെ ഉണ്ട്, എന്തിനാ അവിടെ മാത്രം തോണ്ടാൻ ചെല്ലണേ? അപ്പൊ അച്ഛൻ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ പരിശുദ്ധാത്മാവ് എന്നോട് പറയും അവിടെ പോയി തോണ്ടറാന്ന്. അന്നാണ് എനിക്ക് മനസ്സിലായത്, ദൈവമേ പരിശുദ്ധാത്മാവിന് ഇത്രയും ശക്തി ഉണ്ടെന്ന്. അന്ന് അത് കേട്ടിട്ട് ഇറങ്ങിപ്പോന്നു. ഞങ്ങൾക്ക് ഈ സെമിനാറിൽ റൂൾ ഓഫ് ടച്ച് ഒക്കെ ഉണ്ട്, എന്ന് വെച്ചാൽ പരസ്പരം തൊടാൻ പാടില്ല. റൂൾ ഓഫ് ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. റൂൾ ഓഫ് ഈറ്റിംഗ് ഉണ്ട്, ഭക്ഷണം സെമിനാറിൽ നിന്ന് കിട്ടുന്നത് മാത്രമേ കഴിക്കാവൂ. ഇതൊക്കെ സെമിനാറിലെ നിയമങ്ങളാണ് കേട്ടോ. അപ്പോൾ റൂൾ ഓഫ് ലാംഗ്വേജ്, റൂൾ ഓഫ് ടച്ച് ഉണ്ട്. അപ്പം എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ജോസഫ് മണവാളൻ. ഇന്നവൻ്റെ കല്യാണം കഴിഞ്ഞു, അവൻ വളരെ സുന്ദരനായിരുന്നു കേട്ടോ, വളരെ സുന്ദരനായിരുന്നു. അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. കല്യാണം കെട്ടിക്കാൻ പോയത് ഞാനാ, അതുകൊണ്ട് പറഞ്ഞതാ കൃത്യമായിട്ട്. വളരെ സുന്ദരനായിരുന്നു. ഇവന് നല്ലോണം മുടി ഉണ്ടായിരുന്നു, എനിക്കാണെങ്കിൽ മുടി കുറവാ.
മുടി കുറവാ. അപ്പൊ ഇവന്റെ മുടി കാണുമ്പോൾ എനിക്ക് ഈ മുടിയില്ലാത്തത് ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ടാട്ടാ. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ എൻ്റെ ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്യാത്ത ഒരു സ്ഥലവും ഇല്ല കേട്ടോ. തലയിൽ ഒരു 16 സ്റ്റിച്ച് ഇങ്ങനെ വട്ടോട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഈ 2 കൈയുടെ ഓപ്പറേഷൻ കഴിഞ്ഞത് ഞാൻ കാണിച്ചാലും കണ്ടത്. ആരും ചെയ്യരുത് കേട്ടതേ. ഇങ്ങനെ പോകണ്ട, പിന്നെ ഇങ്ങനെ വരും. ഇതണ്ട, ഇതെല്ലാവരുടെയും പോവില്ല. കണ്ട, ഇനിയും ചെയ്യണോ? ചിലര് അതിട്ട് സർക്കസ് കൂടാരത്തില് കരടി ചെയ്യണ പോലെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം കൂടിയെന്ന് കേട്ടോ. ഇത് എല്ലാ സ്ഥലം ഓപ്പറേഷൻ കഴിഞ്ഞതാ. അതുപോലെ ആശുപത്രി കേസുകൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഇതേ വയറ്റത്ത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 12 സ്റ്റിച്ച് ഇങ്ങനെ വട്ടം കയറിയിട്ടുണ്ട്. കാണിച്ചു തരില്ല, ചെയ്യണ്ട കേട്ടോ, ആരും വരണ്ട. മുട്ടിന് 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. 2 മുട്ടിന് ലിഗമെന്റ് പൊട്ടിപ്പോയതാ. 2 മുട്ടും ഓപ്പറേഷൻ കഴിഞ്ഞതാ. 2 കണ്ണങ്കാലിൽ ഇപ്പോഴും പ്രശ്നമുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാത്ത ഒരു സ്ഥലവും ഇല്ല. എല്ലാ സ്ഥലത്തും ഓപ്പറേഷൻ കഴിഞ്ഞതാ. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് മുടിയില്ലാത്ത. അപ്പൊ ഈ ജോസഫിന് നല്ലോണം മുടിയുണ്ട്. ഇവന്റെ മുടി കാണുമ്പോൾ എനിക്ക് എന്നും ആഗ്രഹം ഒന്ന് തൊട്ടുനോക്കണം. ഞാനാണെങ്കിൽ ഇവന്റെ ഒരു ദിവസം ആരും അറിയാം റൂൾ ഓഫ് ടച്ച് ഉണ്ട്, തൊടാനും പാടില്ല. അപ്പോൾ ആരും ഇല്ലാത്തൊരു തക്കം നോക്കി ഒരു കോറിഡോറിന്റെ ഒരു സൈഡില് ഞാനിങ്ങനെ ജോസഫിന്റെ മുടിയും ഇങ്ങനെ കോന്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ജോസഫിനോട് പറയണ്ടേ, എൻ്റെ ജോസഫ് എന്തൊരു നല്ല മുടിയാടാ, എന്തൊരു ഭംഗിയാടാ നിന്നെ കാണാൻ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് തോന്നിച്ചോണ്ട് ഈ സാധനം ഇറങ്ങി വരാ. ആര് റെക്ടറച്ചൻ. പരിശുദ്ധാത്മാവ് തോന്നിച്ചോണ്ട് ഈ സാധനം എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പൊ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ കൈ വെച്ചിട്ടുണ്ട്, കൈ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കുക. അപ്പൊ റൂൾ ഓഫ് ടച്ച് ഉണ്ട്, തൊടാൻ പാടില്ല. ഞാനിങ്ങനെ നിൽക്കുക. അച്ഛൻ എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അച്ഛനാകാൻ. നിനക്ക് ഇവിടെ റൂൾ ഓഫ് ടച്ച് ഉണ്ടെന്നറിയോ? ഞാൻ പറഞ്ഞു അറിയാം. പിന്നെ എന്തിനാ നീ അവന്റെ തലയെ തൊട്ടേ? ഞാൻ പറഞ്ഞു അച്ഛാ, അവന്റെ മുടി ഒന്ന് നോക്കിയേ, എന്തൊരു ഭംഗിയാ. എന്നോട് അടുത്ത പറഞ്ഞു കൈ എടുക്കണമെന്ന് പറഞ്ഞു. കൈ മാറ്റി. എന്നോട് അടുത്ത് ചോദിച്ചു ജോസഫ് പൊക്ക. എന്നോട് അടുത്ത ചോദ്യം ചോദിച്ചു, നിനക്ക് മുടി ഇത്ര ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ഛ ഇഷ്ടമാ, ഇല്ലാത്തോണ്ടാ. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ നിനക്ക് മുടി ഇത്ര ഇഷ്ടമാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. എന്താ ചെയ്യുന്നത് വെച്ചാൽ അന്ന് ഈ ഞങ്ങളുടെ റെക്ടറച്ചൻ്റെ പെട്ടത്തലെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ മുടി ഈരിട്ടിട്ട് ഇത് ഇങ്ങനെ കൂന്തി ഇട്ടേക്കാ, ഇങ്ങനെ വട്ടം ഇട്ടേക്കാ. അപ്പോൾ വട്ടം ഇട്ടക്കണോണ്ട് ഇങ്ങനെ ഇട്ടേക്കണം. ഒരു വൃത്തിയില്ലാത്ത മുടി, നര വന്ന മുടി, ഒരു ഭംഗിയിലിട്ട കാണാൻ. റെക്ടറച്ചൻ എന്താ ചെയ്തെന്നറിയോ? എൻ്റെ മുമ്പിൽ വെച്ചിട്ട് തല ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പെട്ടത്തലയിലൂടെ മുടി മുഴുവൻ ഇങ്ങോട്ട് വീണു. എന്നോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു കൊള്ളാം. അടുത്ത ചോദ്യം ചോദിച്ചു, തനിക്ക് മുടിമ പിടിക്കണ്ടേ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച വേണ്ട. നിങ്ങളിപ്പോൾ ഏതാ തോമസ് അച്ഛൻ്റെ മുടിമ പോയി പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? ആ അവസ്ഥയിലെ ഞാൻ നിൽക്കണേ. പിടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടാ, വെറുതെ പറഞ്ഞതാ. അങ്ങനത്തെ ഒരു അവസ്ഥയിലെ ഞാൻ നിൽക്കണേ. അച്ഛൻ എന്താ ചെയ്തെന്നറിയോ? എൻ്റെ കൈ പിടിച്ചിട്ട് അച്ഛൻ്റെ മുടി ഇങ്ങനെ കോന്തിക്കുക. എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു അച്ഛാ കൊള്ളാം, നല്ല മുടിയാ. അടുത്ത ചോദ്യം എൻ്റെ ചങ്ക് പൊട്ടുന്നൊരു ചോദ്യം വന്നേ, ജോസഫിൻ്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടെ, എൻ്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടതെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച, അച്ഛൻ്റെ മുടി അച്ഛാ, മുടി. ഇത് കേട്ട വഴി പുള്ളിനോട് പറഞ്ഞു 10 മണിക്ക് മുറിവന്നോട്ടാ. അന്നത്തെ രാത്രി കേട്ട വഴക്കിനൊന്നും ഒരു കുറവുമില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഒരു ദിവസം ഞങ്ങൾ ഈ സെമിനാറിൽ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്റർവെല്ലിന്റെ സമയ എല്ലാവരും കൂടി തോന്നിച്ചു നമുക്ക് എന്തെങ്കിലും കളിക്കണമല്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു കളിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് തീവണ്ടി കളിക്കാം. തീവണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഈ തോളത്ത് പിടിച്ചിട്ട് എല്ലാം കൂടി കടന്ന് കളിക്കുന്ന കളിയാ. അപ്പൊ എല്ലാവരും റൂൾ ഓഫ് ടച്ച് തെറ്റിക്കാട്ടോ, നിയമം തെറ്റിക്കാണ്. അപ്പൊ എല്ലാവരും തോളത്ത് പിടിച്ചേക്കാം. അപ്പൊ എല്ലാവരും ചോദിച്ചു ആര് എഞ്ചിനാകും? ഞാൻ പറഞ്ഞു ഞാനാകാം. അപ്പൊ ഞാനിങ്ങനെ മുമ്പിൽ നിന്ന് കുകുക്കു പോയോണ്ടിരിക്കുക. 35 ബോഗി പിന്നിലുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ സെമിനാറുടെ കോറിഡോറിൽ കൂടെ തീവണ്ടി കളിച്ചോണ്ടിരിക്കുക. തീവണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാണെന്ന് അറിയാൻ പാടില്ല, പരിശുദ്ധാത്മാവ് തോന്നിച്ചോണ്ട് ഈ സാധനം ഇറങ്ങി വരാ. ആര് പറ? റെക്ടറച്ചൻ താഴേക്ക് ഇറങ്ങി വന്നു. ഞാനിങ്ങനെ കുകുക്കു അടിച്ച് നിൽക്കുക. ഞാനിങ്ങനെ കൈ മാറ്റിയിട്ടില്ല, ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. റെക്ടറച്ചൻ എൻ്റെ മുമ്പിൽ സ്റ്റോപ്പ് അടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. റെക്ടറച്ചൻ എന്നെ നോക്കുന്നുണ്ട്, ഞാൻ റെക്ടറച്ചനെ നോക്കുന്നുണ്ട്. നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് 35 എണ്ണം ഉണ്ടല്ലേ പിന്നില്. അപ്പൊ വഴക്കിന് ഇച്ചിരി കുറവുണ്ടാവും. എൻ്റെ സ്നേഹം നിറഞ്ഞവർ ഞാൻ പിന്നിലേക്ക് ഒന്ന് നോക്കി, 35 എണ്ണത്തിനും കാണാനില്ല. ഒക്കെ ഓടി രക്ഷപ്പെട്ടേക്കാൻ ഞാൻ മാത്രം നിൽക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു താൻ എന്തിനും ഇങ്ങോട്ട് വന്നേ? ഞാൻ പിന്നെയും പറഞ്ഞു അച്ഛനാകാൻ വന്നതാ, തനിക്ക് പറ്റിയ പണി തീവണ്ടി ഓടിക്കില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്കെന്നാ കളിച്ചാലോ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച വേണ്ട. നിങ്ങൾ ഓർക്കണമെന്ന് 10-60 വയസ്സുണ്ട് ആ മനുഷ്യൻ ആ പ്രായമായ നര വന്ന മനുഷ്യന് എൻ്റെ മുമ്പിൽ എഞ്ചിനായിട്ട് കുകുക്കു അടിച്ച് നിൽക്കുക. എന്നോട് പറഞ്ഞു കൈ പിടിക്കണോന്ന് പറഞ്ഞു. എൻ്റെ 2 കൈ എടുത്ത് അച്ഛൻ്റെ തോളത്ത് വെച്ചു. എന്നിട്ട് അച്ഛൻ ചെയ്തറിയോ? ആ സെമിനാറുടെ എല്ലാ മുറികളിലേക്ക് കൂടി ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഉള്ളിക്കോടെ ഞങ്ങളെല്ലാ 2 പേരും കൂടി തീവണ്ടി കളിച്ചോണ്ടിരിക്കുക. അന്ന് എനിക്കൊരു കേൾപ്പേരും കൂടി വേണം തീവണ്ടിന്ന്.
അതുപോലെയായിരുന്നു ഞങ്ങളുടെ തീവണ്ടികളി. എന്നിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തീവണ്ടികളി. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ചാ, ഇതുപോലൊരു തീവണ്ടി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അച്ഛൻ പറഞ്ഞു അടുത്ത വഴിക്ക് പറഞ്ഞു മോനെ 10 മണിക്ക് മുറിവൻ നോട്ടാ. അത് കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ സ്നേഹം നിറഞ്ഞവരെ ചങ്ക് പൊട്ടണ വേദനയായിരുന്നു. അന്ന് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം വീട്ടിൽ പോകണമെന്ന് പോലും തോന്നി. സെമിനാറിൽ എനിക്ക് ഒട്ടും പറ്റണില്ല. അവസാനം ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ സ്വന്തം അമ്മയോട് പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു മനുഷ്യനാ. അന്ന് സെമിനാറിൽ എല്ലാ ദിവസവും വിളിക്കാൻ പറ്റില്ല. ഒരു ഞായറാഴ്ച ഞാൻ ഇന്ന് ഓർക്കും, 2-ാമത്തെ മാസം 2-ാമത്തെ ഞായറാഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കോള് വന്നു. അമ്മയെ വിളിച്ചേക്കണേ. അമ്മ വിളിച്ചിട്ട് ചോദിച്ചു മോനെ സെമിനാരി എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. അച്ഛന്മാരെങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. പഠിക്കാൻ പറ്റണ്ട. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. പ്രാർത്ഥിക്കാൻ പറ്റണ്ട. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. ഭക്ഷണം എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് കൂട്ടുകാരന്മാരൊക്കെ. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. എങ്ങനെ പോകുന്ന അവിടുത്തെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. താമസം എങ്ങനെയുണ്ട് മോനെ, കൊതുകുണ്ട. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. ഞാനിങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് തന്നെ തോന്നി എന്തോ കുഴപ്പമുണ്ട്. അമ്മ എടുത്ത വഴിക്ക് എന്നോട് ചോദിച്ചു മോനെ എന്തുട്ടാ കുഴപ്പം. ഞാൻ അന്ന് എൻ്റെ അമ്മയോട് കണ്ണീരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മേ എനിക്ക് പറ്റണില്ല അമ്മ ജീവിക്കാൻ. ഞാൻ പോരുക, നിർത്തുക സെമിനാരി. എനിക്ക് അച്ഛനാകാനൊന്നും പറ്റില്ല. എല്ലാവരും എന്നെ കളിയാക്കുക, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുക, എല്ലാവരും എന്നെ വഴക്ക് പറയുക. ഞാൻ ചെയ്തിട്ട് ഒന്നും ശരിയാവണില്ല. ഞാൻ തോറ്റു പോവാ ജീവിതത്തിൽ. പരീക്ഷയിൽ മാർക്കില്ല. ഞാൻ തോറ്റു പോവാ. അന്ന് എൻ്റെ അമ്മ എല്ലാം കേട്ടുന്നിട്ട് എൻ്റെ അമ്മേനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ നിന്നെ ഞങ്ങൾ സെമിനാരിൽ കൊണ്ടുവന്നാക്കിയപ്പോൾ അപ്പനും ചേട്ടനും പെങ്ങളും നീയും ഞാനും കൂടി എവിടെയൊക്കെ ആദ്യം പോയേ. ഞാൻ പറഞ്ഞു സെമിനാരിയുടെ ചാപ്പലിൽ. ആ ചാപ്പലിൽ വലത്തെ സൈഡിൽ ആരുടെ രൂപം ഇരിക്കണേ. ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ രൂപം. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ നിന്റെ ജീവിതത്തിൽ നീ തോറ്റു പോകുമെന്ന് നിനക്ക് തോന്നുമ്പോൾ, എല്ലാവരും നിന്നെ കളിയാക്കിയെന്ന് നിനക്ക് തോന്നുമ്പോൾ, ആരും നിന്നെ സ്നേഹിക്കാനില്ല എന്ന് നിനക്ക് തോന്നുമ്പോൾ ആ അമ്മയുടെ മുമ്പിൽ പോയിരുന്ന് മോനിരുന്ന് കരയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ ഫോം വെച്ചു. ഞാൻ തന്നെ ചിന്തിച്ചപ്പോൾ ഇതിനോട് എന്തിനപ്പം പറയാൻ പോയേ. എൻ്റെ സ്നേഹം പറഞ്ഞവർ അന്ന് എനിക്ക് പന്നിക്കൂട് വൃത്തിയാക്കാനാണ് കിട്ടിയേ. ശരിയായില്ല. രാത്രി 10 മണിക്ക് വിളിച്ച് അച്ഛൻ്റെ വഴക്ക് കേട്ടിട്ട് മുറിയിലേക്ക് പോകുമ്പോൾ കരഞ്ഞോണ്ട് പോണേ. എന്നാലും മനസ്സിൽ അമ്മ പറഞ്ഞതല്ലെന്ന് ഓർത്തുകൊണ്ട് നേരെ പള്ളി ചെന്നിട്ട് ഒരു 10-10:30 മണിയായിട്ടുണ്ടാവട്ടാ. ആ പള്ളി ചെന്നിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് രൂപമുണ്ട്. ആ രൂപത്തിന്റെ മുമ്പിൽ ഞാനിങ്ങനെ മുട്ടുകുത്തിയിട്ട് അമ്മയുടെ രൂപത്തിന്റെ കാലിക്കൽ ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ കരയാ. അന്ന് എന്തായ എല്ലാ സങ്കടങ്ങളും പറഞ്ഞ് ഞാനിങ്ങനെ കരയാ. അമ്മ എനിക്ക് പറ്റണില്ല അമ്മ, എന്നൊന്ന് സഹായിക്കാം അമ്മേ. എനിക്ക് ജീവിക്കാൻ പറ്റണില്ല അമ്മ, എനിക്ക് അച്ഛനാകാൻ പറ്റണില്ല അമ്മ. ഞാനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ എന്റെ കണ്ണീന്ന് ഇങ്ങനെ കുടുകുടാന്ന് കണ്ണുനീര് ചാടുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കണ്ണുനീര് മുഴുവൻ തുടച്ചിട്ട് അമ്മയുടെ രൂപത്തുമ്പോൾ തൂത്തുവെച്ചു. തൂക്കാൻ വേറെ സ്ഥലമില്ല, അതുകൊണ്ട് അമ്മയുടെ രൂപത്തുമ്പോൾ തൂത്തുവെച്ചു. നിങ്ങൾക്കറിയാം കുറച്ചും കൂടി കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും. ഈ മൂക്കിൽ നിന്ന് ഇങ്ങനെ മൂക്കട്ട വരും. ഞങ്ങളുടെ നാട്ടിൽ മൂക്കട്ട എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലേതാ? മൂക്കള വരും. ഞങ്ങളുടെ നാട്ടിൽ മൂക്കട്ട എന്ന് പറയണേ. ഞാനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ മൂക്കിൽ നിന്ന് ഇങ്ങനെ മൂക്കട്ട വന്നോണ്ടിരിക്കുക. ഞാനിങ്ങനെ തുടച്ചപ്പോൾ ഞാനത് തുടച്ചു കഴിഞ്ഞിട്ട് തോന്നിയ ദൈവമേ തൂക്കാൻ വേറെ സ്ഥലമില്ല. ഞാനെന്താ ചെയ്തെന്നറിയോ? ആ പരിശുദ്ധ അമ്മയുടെ രൂപത്തുമ്പോൾ പിന്നെയും തൂത്തുവെച്ചു. നിങ്ങൾ ഇന്ന് തൃക്കാക്കര മൈനസമിനാലിൽ ഒരു പരിശുദ്ധ അമ്മയുടെ രൂപരിപ്പുണ്ടാവും. അതിന്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് മണത്തു നോക്കണം. ഒരു മണം കിട്ടും. ഒരു മൂക്കട്ടയുടെ മണ. 3 വർഷം ഞാൻ മൂക്കട്ട തൂത്തുമ്പോൾ രൂപം അത്. നിങ്ങൾ ഓർക്കണം, അന്ന് രാത്രി ഞാൻ മൂക്കട്ട തൂത്തുകൊണ്ട് റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ മനസ്സിലൊരു തോന്നലാ. അന്ന് ഇതുവരെ പരിശുദ്ധ അമ്മ എന്നോട് സംസാരിച്ചു എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ മനസ്സിലൊരു തോന്നലാ. ഒറ്റ ചോദ്യമുള്ളൂ, മോനെ നീ എന്തിനാടാ കരയണേ? ഞാനില്ലേ നിന്റെ കൂടെയെന്ന്. ഇന്ന് ഈ ദേവാലയ അങ്കണത്തില് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അത് തന്നെയാ. നിന്റെ ദൈവമുണ്ട് നിന്റെ കൂട്ടിന്. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യ, എന്റെ അമ്മയുണ്ട് എന്റെ കൂട്ടിന്, എന്റെ ഈശോയുണ്ട് എന്റെ കൂട്ടിന്. ഞാൻ എന്തിനാ വിഷമിക്കണേ? ഞാൻ എന്തിനാ പേടിക്കണേ? ഞാൻ എന്തിനാ തോറ്റു എന്ന് പറഞ്ഞ് കരയണേ? എന്റെ ദൈവമില്ല എന്റെ കൂട്ടിന്. ഈ ലോകത്ത് ആര് എന്നെ സ്നേഹിച്ചില്ലെങ്കിലും, ആരെല്ലാം എന്നെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം എന്നെ വേണ്ട എന്ന് പറഞ്ഞാലും, പെറ്റമ്മ എന്നെ തള്ളിപ്പറഞ്ഞാലും, വളർത്തി വലുതാക്കിയ അപ്പൻ എന്നെ നിരസിച്ചാലും, എന്റെ ദൈവം എന്നെ ഒരിക്കലും നിരസിക്കില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ അമ്മയുടെ മുമ്പിൽ പോയിരിക്കും. എന്റെ മുറിയിൽ ഒരു അമ്മയുണ്ട്, പരിശുദ്ധ അമ്മയുടെ രൂപമുണ്ട്. ആ രൂപത്തിന് മുമ്പിൽ ഇരിക്കാതെ ഞാൻ കിടന്നുറങ്ങാറില്ല. പ്രാർത്ഥിക്കാതെ ഞാൻ കിടന്നുറങ്ങാറില്ല. ബൈബിള് വായിക്കാതെ ഞാൻ കിടന്നുറങ്ങാറില്ല. തമ്പുരാനോട് എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പറയാതെ ഞാൻ കിടന്നുറങ്ങാറില്ല. കാരണം എന്താ? എനിക്കറിയാം എന്റെ ദൈവം എന്റെ കൂട്ടിനുള്ളൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അതൊക്കെ തന്നെയാ. ദൈവത്തെ വിട്ട് ഒരു പരിപാടിക്കും പോകരുത്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടോ,
തമ്പുരാനത് ഇങ്ങനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ജീവിച്ചോളാം, മുറുകെ പിടിച്ച് ജീവിച്ചോളാം. കാരണം എന്തെന്നറിയോ? ഈ ലോകത്ത് ഇതുപോലെ നമ്മളെ സ്നേഹിക്കാൻ വേറെ ആർക്കും പറ്റില്ല. ഇതുപോലെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ വേറെ ആർക്കും പറ്റില്ല. നിന്റെ കുറ്റങ്ങൾ കാണുമ്പോൾ നിന്റെ ജീവിത പങ്കാളി ചിലപ്പോൾ നിന്നെ ഒഴിവാക്കും. നിന്റെ ജീവിതത്തിലെ തോൽവികൾ കാണുമ്പോൾ നിന്റെ അപ്പനും അമ്മയും മകനാണെന്ന് പറയാൻ നാണിക്കും. നിന്റെ ജീവിതത്തിലെ പോരായ്മകൾ കാണുമ്പോൾ നിന്റെ സുഹൃത്തുക്കൾ നിന്നെ മാറ്റി നിർത്തും. പക്ഷേ നിന്റെ ജീവിതത്തിലെ പോരായ്മകളിലും കുറവുകളിലും സഹനങ്ങളിലും കുരിശുകളിലും നിന്നെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിച്ച് നീ എന്റെയാണെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. അതുപോലെ സ്നേഹിക്കാൻ ആർക്കും പറ്റില്ല ഈ ലോകത്ത്, കേട്ടോ. ഞാൻ ആ സ്നേഹം അനുഭവിക്കുന്നോണ്ടോ പറയണേ. ഈ ലോകത്ത് അതുപോലെ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല. ചങ്ക് പൊട്ടുന്ന വേദനയായിട്ട് ചിലപ്പോ കുരിശിന്റെ ചോട്ടിൽ പോയി നിൽക്കാറുണ്ട്. ദൈവമേ പറ്റണില്ല. ആ കുരിശി കിടന്നിട്ട് ഇങ്ങനെ കുരിശി വിടർത്തിയിട്ട് തമ്പുരാൻ പറയും, എന്തിനാടാ നീ കരയണേ? ഞാനില്ലേ നിന്റെ കൂടെ എന്ന്? നിന്നെപ്പോലെ ഞാനെന്തേ ഇങ്ങനെ കിടക്കാടാ? നീ എന്തിനാ വിഷമിക്കണേ? ഞാനില്ലേ നിന്റെ കൂടെ എന്ന്? നീ എന്തിനാ സങ്കടപ്പെടണേടാ? ഞാനില്ലേ നിന്റെ കൂടെ എന്ന്? ഇതുപോലെ ആരാ നമ്മളെ സ്നേഹിക്കുക? ചങ്കുപൊട്ടുന്ന വേദനയിലും എല്ലാവരും മാറ്റി നിർത്തുമ്പോ നമ്മുടെ മുഖത്തുനിന്ന് കണ്ണുനീര് വരുമ്പോൾ അവന്റെ പൂക്കണ്ടീര് കണ്ടിയില്ലേ, അവൻ ചെയ്തതിന്റെ ഫലം അവൻ അനുഭവിക്കണേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി നീക്കുമ്പോ നീ ഓർത്തോളണം, നിന്നെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ ദൈവത്തിനെ പറ്റൂ. നീ ആഗ്രഹിക്കണ പോലെ നിന്നെ സ്നേഹിക്കാൻ ദൈവത്തിനെ പറ്റൂ. നിന്റെ ജീവിത പങ്കാളി പോലും, നീ ജന്മം കൊടുത്ത മക്കള് പോലും ചിലപ്പോൾ നിന്നെ സ്നേഹിച്ചു എന്ന് വരില്ല. പക്ഷെ ദൈവം നിന്നെ സ്നേഹിക്കും. അമ്മ നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ ദൈവം നിന്നെ ചേർത്ത് പിടിക്കും. ഈ 3 കാര്യങ്ങൾ മനസ്സിലുണ്ടാകട്ടെ. ഒന്നാമത്തെ കാര്യം, നീ ആരാണെന്നറിയണം. നിന്റെ കഴിവ് എന്താണെന്നറിയണം. നീ നിന്നെ ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നീ ജീവിക്കാൻ നോക്കണം. മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടടവേ, കുറ്റം പറയും, വായു ഓർന്ന കുറ്റം പറയുള്ളൂ, പറഞ്ഞോട്ടെ. എന്തിനാ? നിനക്ക് ചെലവിനൊന്നും തരണില്ലല്ലോ. നിനക്ക് 2 നേരം ഭക്ഷണം വാങ്ങിച്ചെന്റാ, പിന്നെ അവന്റെ കുറ്റൊക്കെ നീ നോക്കാൻ പോണെന്തിനാ? രണ്ടാമത്തെ കാര്യം, നീ നിന്നെ സ്നേഹിച്ച മാത്രം പോരാ, നിന്റെ കൂടെ ഉള്ളവരെ സ്നേഹിക്കണം. അവിടെയാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഞാൻ ഇന്നും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെ യുവജനങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ആഗ്രഹം ചോദിക്കുക. ഞാനിങ്ങനെ കുറേ പേരോട് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, അതാകണം, ഇതാകണം എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ ചോദിച്ചു, ഡിയേ നിനക്ക് എന്താകണം? അവൾ എന്നോട് പറഞ്ഞൊരു ഉത്തരവുണ്ട്, അച്ഛാ ഞാൻ വാങ്ങിക്കുന്ന കാറിൽ എൻ്റെ അപ്പൻ അമ്മേനെ ഇരുത്തിയിട്ട് എനിക്ക് പോകണം. വലിയൊരു സ്വപ്നം അത്. നിന്റെ കൂടെയുള്ളവരെ സ്നേഹിക്കാതെ നിനക്ക് എന്തുണ്ടായിട്ടെന്താ കാര്യം? നിന്റെ അപ്പനും അമ്മയും നിന്നെ ഓർത്ത് കരയാണെങ്കിൽ എന്ത് നേടിയിട്ടെന്താ കാര്യം? നിന്റെ ഭാര്യയ്ക്ക് നിന്നെ ഓർത്ത് സങ്കടമാണെങ്കിൽ എന്ത് നേടിയിട്ടെന്താ കാര്യം? നീ ജീവിതത്തിൽ ഏതൊക്കെ ലെവലിൽ എത്തിച്ചെന്നാലും സ്വന്തം അപ്പനും അമ്മയും നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നില്ലെങ്കിൽ എന്ത് നേടിയിട്ടെന്താ കാര്യം? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അതുകൊണ്ട് നിന്റെ കുടുംബത്തിലുള്ളവരെ നിങ്ങനെ സ്നേഹിക്കാൻ നോക്ക്. നിന്റെ മക്കള്, നിന്റെ ഭാര്യ. എന്നിട്ട് നീ മറ്റുള്ളവരെ സ്നേഹിച്ചോ, നിന്റെ അയൽവക്കക്കാരെ സ്നേഹിച്ചോ. നമ്മുടെ കുഴപ്പം അറിയോ? നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കണില്ല. അങ്ങനെ മാറ്റി നിർത്തിയേക്ക. ലോകത്തുള്ള എല്ലാ സ്നേഹത്തിന്റെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. ഇന്നലെ വന്നൊരു ചെറുക്കൻ കൈപൊക്കി കാണിക്കുമ്പോഴേക്കും ഓടിയേക്ക. ഇന്നലെ വന്നൊരു പെണ്ണ് കൈപൊക്കി കാണിക്കുമ്പോഴേക്കും ഉറങ്ങിയേക്ക. അവിടെ അപ്പന്റെ അമ്മയുടെ കണ്ണീരൊന്നും വിലയല്ല. എന്ത് നേടി? സ്വന്തം അപ്പനും അമ്മയും അനുഗ്രഹിച്ച് ഒരു വിവാഹ പന്തലിലേക്ക് അയക്കുന്നതാണോ? അപ്പന്റെ അമ്മയുടെ കണ്ണീര് വീണിട്ട് നീ ജീവിക്കുന്നതാണോ നിന്റെ ജീവിതത്തിന്റെ മഹത്വം? ചിന്തിക്ക്, തീരുമാനമെടുക്ക്. അവസാനമായിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തിനേക്കാളും ഉപരി നീ ദൈവത്തെ ആശ്രയിച്ചോളാം. നിന്റെ കഴിവിനേക്കാളും നിന്റെ ജീവിതത്തെക്കാളും നീ ദൈവത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചോക്ക്. നിന്നെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും. എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ കുരിശിന്റെ ചോട്ടി പോയിരുന്ന് കരഞ്ഞിട്ടുണ്ടോ? എന്തൊരു സന്തോഷാന്നറിയോ? ഞാൻ കരഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അമ്മയുടെ അടുത്ത് പോയിരുന്ന് കരഞ്ഞിട്ടുണ്ടോ? എന്തൊരു സന്തോഷാന്നറിയോ? കാരണം എന്തെന്നറിയോ? അതുപോലെയൊക്കെ നമ്മളെ സ്നേഹിക്കാനുണ്ടല്ലോ, ഈ ലോകത്ത് ആർക്കും പറ്റില്ല. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ 3 കാര്യങ്ങൾ മനസ്സിലിരിക്കട്ടെ. അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തച്ഛൻ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ നീ തന്നെയാണ്. നീ തീരുമാനിച്ച നിനക്കാകാം. നീ തീരുമാനിച്ചില്ലേ നീ ഒന്നും ആകില്ല. നീ കരഞ്ഞ, നീ തളർന്നു പോയ, എന്നെ അവൾ പറ്റിച്ചു, എന്നെ അവൻ പറ്റിച്ചു, എന്നെ അവർ ഒഴിവാക്കി,
എന്നെ അവന് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നീ ജീവിത അവസാനം വരെ കരഞ്ഞ് നിലവിളിച്ച ആർക്ക് പോയി? നിനക്ക് പോയി. അവൻ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്, ഓർത്തോളണം. അതുകൊണ്ട് കരച്ചില് നിർത്ത്. പഴയത് കഴിഞ്ഞു, പോയത് പോട്ടെ. ദൈവത്തെ പിടിക്ക്, ദൈവത്തെ ചേർത്ത് പിടിക്ക്, എന്നിട്ട് ജീവിക്കാൻ നോക്ക്. അനുഗ്രഹം ഉണ്ടാകും. ദൈവം സഹായിക്കട്ടെ. ദൈവം കൂടെ ഉണ്ടാകട്ടെ.